എന്താണ് ഓട്ടിസം? പലരും ഓട്ടിസം ബാധ എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഒരു ബാധയല്ല. സോഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് അവരുടെ മെയിൻ പ്രോബ്ലം. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ളൊരു ബുദ്ധിമുട്ട്. ഓട്ടിസം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു കുട്ടീനെ വേറെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് അവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും. അവർക്ക് വെച്ചാൽ എഴുതുകയും വായിക്കുകയൊന്നും വേണ്ട, പക്ഷേ അവർക്ക് സ്റ്റോറി ടൈപ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലായി, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായി. അങ്ങനത്തെ ഒരു പല ടൈപ്പ് ഓഫ് ആളുകൾ അതിനകത്ത്. നമ്മളുടെ ബ്രെയിനും അവരുടെ ബ്രെയിനിലും തമ്മിൽ വ്യത്യാസം, കുറച്ച് വയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കും. സിമ്പിളായിട്ട് ചോദിച്ചാലേ ഇതൊരു ഹാർഡ്വെയർ പ്രോബ്ലം അല്ല, സോഫ്റ്റ്വെയർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പറ്റുമോ? യെസ്, അതുപോലെ തന്നെയാണ്. അങ്ങനെയാണ്, ഇതൊരു സോഫ്റ്റ്വെയർ പ്രോബ്ലം. അതെ, ബ്രെയിനിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പ്രോബ്ലമാണ്. ഈ വാക്സിനുകൾ ഓട്ടിസവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? പേരൻറ്റ് കണക്ട് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് അവൻ ആ വാക്സിൻ എടുത്തപ്പോൾ ഒരു പനി വന്നു, അതിനുശേഷമാണ് അവൻ ഡള്ളായത്. പാരൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ എൻവയറമെൻ്റൽ പൊല്യൂഷന്, സ്ട്രെസ്സ്, പിന്നെ ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. എന്താണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്? അതിപ്പോൾ ഒരു ഫാൻസി വേർഡായിട്ട് മാറിയിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇത് ശരിക്കുള്ള ഓട്ടിസം ആണ്, പക്ഷേ അവരത് വെർച്വൽ ഓട്ടിസം പറയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സ്റ്റിഗ്മ ഇല്ല. എൻ്റെ കുട്ടിക്ക് വെർച്വൽ ഓട്ടിസം ആണ്, അതൊരു ഫാൻസി വേർഡായിട്ട് മാറിയിരിക്കുക. കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് എപ്പോഴും റിവാർഡ്സ് വേണം, അവനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ചില പേരൻസ് എപ്പോഴും നെഗറ്റീവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല കാര്യത്തിലും എങ്ങനെയാണ് ഒരു റൈറ്റ് തെറാപ്പി സെൻറ്റർ നമുക്ക് പാരൻസിന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്? ഫീസില്ലെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഒരാളെ നമ്മൾ തിരിച്ചുവിട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ട നമ്മൾ കൺസെഷൻ കൊടുത്ത് നമ്മൾ അവരെ മാനേജ് ചെയ്യും, അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പേരൻസ് ഒത്തിരി സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ സെൻറ്റർ. പ്രധാനമായിട്ടും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചില പേരൻസ് പറയും ഞങ്ങൾ കുറേ നാളൊരു തെറാപ്പി സെൻറ്ററിൽ പോയി, പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അവർ ക്വാളിഫൈഡ് ആളല്ല. പ്രൈവറ്റ് മേഖലയിൽ നമ്മൾ തന്നെയാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുണ്ടെങ്കിലും ഈ ഓൾ അണ്ടർ വൺ റൂഫായിട്ട് പേരൻസിന് കൊണ്ടുവരുന്ന സ്ഥലമില്ല. കാരണം നമുക്കറിയാമല്ലോ, ഒരു കുട്ടീനെ കൊണ്ട് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മടുപ്പാവും. അപ്പോൾ അങ്ങനെ കുട്ടികൾ വന്നു തുടങ്ങി, നമുക്ക് നല്ല റിസൾട്ട് വന്നു. അങ്ങനെ പ്രയത്നം എന്ന് പറഞ്ഞൊരു സ്ഥാപനം നമ്മൾ കൊച്ചിയിൽ തുടങ്ങുന്നത്. എത്ര ജീവനക്കാരുണ്ട്? ഇപ്പോൾ നമുക്ക് ഏകദേശം 75ഓളം സ്റ്റാഫ് കൂടെ ഉണ്ട്. അന്ന് അമേരിക്കയിൽ പോയായിരുന്നെങ്കിൽ 75ഓളം ആളുകൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇതാണ് നമ്മുടെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുക, വരിക, എന്നിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ എക്സ്പെർട്ടൈസ് നമ്മുടെ സ്വന്തം നാടിനും നാട്ടുകാർക്കും വേണ്ടി ഉപയോഗിക്കുക. അതെ. നമസ്കാരം, ഷാദ്വിദ് ഭക്തൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ പല ടോപ്പിക്കുകൾ നമ്മളുടെ പോഡ്കാസ്റ്റുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പല ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓട്ടിസം എന്ന് പറയുന്നത് പണ്ട് മുതലേ നമുക്കറിയാവുന്ന പല ആളുകൾക്കും വരുന്നൊരവസ്ഥയാണ്. ഒരു അസുഖം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരവസ്ഥയാണ്. അപ്പോൾ ഓട്ടിസം ഈയിടെയായിട്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമായിട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു നമ്പർ ഓഫ് പെർസെൻറ്റേജ് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇപ്പോൾ അറിയാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാലത്ത് ഈ ഓട്ടിസം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന, അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെയാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഇന്നുള്ളത് ഡോക്ടർ ജോസഫ് സണ്ണി. അദ്ദേഹം ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റാണ്. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഓട്ടിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഓട്ടിസം ബാധിച്ച ആളുകൾക്ക് ഏതൊക്കെ രീതിയിൽ അവർക്ക് അവരുടെ ജീവിതം സുഗമമാക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം വെൽക്കം ഡോക്ടർ ടു ചാറ്റ് വിത്ത് ഭക്തൻ. താങ്ക് യു. എറണാകുളത്ത് തന്നെയാണ്? എറണാകുളത്ത്. എൻ്റെ ശരിക്കുള്ള വീട് കടുത്തുരുത്തിലാണ്. ഇങ്ങോട്ടായിട്ടൊരു 15 years ആയി. ഞാൻ പഠിച്ചതൊക്കെ ഈ കോഴ്സ് പഠിച്ചത് ചെന്നൈയിലാണ്. SRM മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ തന്നെ പോയതൊരു യാദൃശ്യമായിട്ടാണ് പോയത്. ആക്സിഡൻ്റലി പോയി പഠിക്കാൻ പോയതാണ്. അതായത് ബേസിക്കലി ഞാൻ അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. അപ്പം പ്രീ ഡിഗ്രിയിൽ അന്ന് ഈ പഠിക്കുമ്പോൾ ഞാൻ കുറച്ച് ഈ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡാഡിക്കൊക്കെ നമ്മളൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, തൊഴിൽ മേഖലയിലേക്ക് പോകണം, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി വർക്ക് ചെയ്യണമെന്നാണ് പേരൻസിൻ്റെ ഒക്കെ ആഗ്രഹം. അപ്പോൾ എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ സയൻറ്റിസ്റ്റാണ് US-ൽ. അപ്പോൾ അന്ന് പുള്ളി സജസ്റ്റ് ചെയ്തു, ഇങ്ങനൊരു കോഴ്സുണ്ട്, ഒക്യുപ്പേഷൻ തെറാപ്പി കോഴ്സുണ്ട്, ഇത് പഠിക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഡാഡി പറഞ്ഞു അപ്പോൾ നീ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് തന്നെ എടുക്കണം, അതായത് ബയോളജി, സയൻസ്. അതെ, സയൻസ് പഠിക്കുന്നത്. അപ്പോൾ അന്ന് പഠിക്കാൻ പോയി. ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അന്ന് ഈ അത്യാവശ്യം KSUവിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അപ്പോൾ ഈ സാധാരണ ഈ ബയോളജി ഗ്രൂപ്പ് പഠിക്കുന്നവരൊന്നും രാഷ്ട്രീയത്തിലൊന്നും പോകില്ല, ബുദ്ധിജീവികളാണ്. കൊമേഴ്സ് ഗ്രൂപ്പൊക്കെ ഉള്ളവരാണ് പോകുന്നത്. പക്ഷേ നമ്മൾ എന്നാലും ആക്റ്റീവ് ആയിരുന്നു, രണ്ടും ബാലൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഡാഡി പറഞ്ഞു, നീ ഇവിടെ ഇതിനൊന്നും ശരിയാകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെന്നൈയിൽ എന്നെ SRM മെഡിക്കൽ കോളേജിൽ ഈ കോഴ്സിന് വിട്ടു. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ പോയപ്പോഴത്തേക്കും ഒക്യുപ്പേഷൻ തെറാപ്പി എന്താണെന്ന് എനിക്കറിയത്തില്ല.
അപ്പം നമ്മൾ പോയി ചേർന്നു. ആരോ പറഞ്ഞിട്ട് പോകുന്നതാണ്. അതെ, എൻ്റെ ഒരു അങ്കിള് പറഞ്ഞിട്ട് പോകുന്നു. അപ്പം അങ്കിളൊരു 10-40 വർഷമായിട്ട് US അപ്പം പറഞ്ഞു നീ പഠിച്ച അന്നേരം US ജോലിയാണ്, അപ്പോൾ അവിടെ സെറ്റിലാവുന്ന പറഞ്ഞു. അപ്പം നമുക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ അങ്ങ് പോയി പഠിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് വർഷം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് കാര്യങ്ങളൊന്നും അന്നേരം അറിയത്തില്ല എന്തെന്ന്. അപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന മുഴുവൻ നമ്മൾ MBBS പഠിക്കുന്ന പോലെ തന്നെ അനാട്ടമി ഫിസിയോളജി, നമുക്ക് ഡെഡ് ബോഡി ഡിസെക്ഷൻ ചെയ്യണം, ഇപ്പോൾ രാവിലെ അനാട്ടമി ലാബിൽ പോകണം, പിന്നെ അത് പഠിക്കണം, അപ്പോൾ സൈക്കോളജി അങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഒരു തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും പേഷ്യൻസിനെ കണ്ടു തുടങ്ങി, പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻസ് കണ്ടു തുടങ്ങിയപ്പോൾ ഒരു താല്പര്യം തോന്നി. അതായത് ഒരാൾ ഒരു ഇഞ്ചുറി, ഒരു ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു വയ്യാത്തൊരു കുട്ടി വരുമ്പം അവരെ നമുക്ക് ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇൻട്രസ്റ്റ് തുടങ്ങി. കാരണം അത് 4 വർഷത്തെ കോഴ്സാണ്. 4 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് നിങ്ങൾ MBBS പഠിക്കുന്ന പോലെ തന്നെ 4.5 വർഷം പൂർണ്ണമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അത് 5 വർഷത്തെ കോഴ്സായി മാറി. അപ്പം പഠിച്ചതിന് ശേഷം പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഡാഡി ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത എന്താ എക്സാം എഴുതണം, US പോകണം എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ എപ്പോഴും ചെന്നൈയിൽ തന്നെ നിൽക്കുക. അപ്പോൾ ചെന്നൈയിൽ നിന്ന് അങ്ങനെ ഒരു 2 ഹോസ്പിറ്റലിൽ അങ്ങനെ കൺസൾട്ടൻ്റായിട്ട് ജോലി കയറി. അന്ന് ജോലി സാധ്യത ഇന്ത്യയിലില്ല, കേരളത്തിൽ ഒട്ടുമില്ല. 23 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഈ ഓട്ടിസം എന്നുള്ളത് എന്തോ ഒരു ഇപ്പോഴല്ലേ ഓട്ടിസം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയത്. പണ്ട് ഓട്ടിസം എന്നുള്ളത് യൂഷ്വലി ആളുകൾ വേറെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് മന്ദബുദ്ധി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് അവൻ മന്ദബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞ്, സോറി അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എന്നിരുന്നാലും അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അതെ, ഓട്ടിസം എന്താന്ന് പോലും അറിയാത്ത ഒരു കാലമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളിത് പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും ജോലി സാധ്യത വളരെ കുറവാണ്. കേരളത്തിലും കുറവാണ്, തമിഴ്നാട്ടിലും കുറവാണ്. ഒരു 1500-2000 രൂപയ്ക്ക് ശമ്പളമുള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാനിത് അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജർ സംസാരിച്ചു, ഡോക്ടേഴ്സും സംസാരിച്ചു. അപ്പോൾ കുറച്ച് ഡോക്ടേഴ്സൊക്കെ പുറത്ത് പഠിച്ച ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം. കാരണം ഈ ഓക്യുപേഷൻ തെറപ്പി കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് ഇപ്പോൾ US, UK, കാനഡയിലൊക്കെ ഡെവലപ്പ് കൺട്രീസിൽ നന്നായിട്ടുണ്ട്. കാരണം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം. ഇപ്പോൾ ഒരു 90 years ഉള്ള ഒരാളാണെങ്കിലും അറിയാലോ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ, അപ്പോൾ അറിയാലോ അവിടെയൊക്കെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകും അല്ലേ. അവിടെ നിന്നൊരു നമുക്ക് നമ്മുടെ പോലെ കൾച്ചറില്ല. ഇപ്പോൾ ഒരാൾക്കൊരു എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായി അവർ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് അവർ തന്നെ ജീവിക്കണം, അപ്പോൾ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകണം, തന്നെ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ഒക്യുപ്പേഷൻ തെറപ്പി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒക്യുപ്പേഷൻ, അതായത് ഒരു ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കുക സ്വന്തമായിട്ട്. അപ്പോൾ അത് ഒരു പ്രീ ടൈം ബേബി അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ബേബി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മസിൽസൊക്കെ വീക്കായിരിക്കും, വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ NICU എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് നമ്മളെ കുറച്ച് ദിവസം വയ്ക്കുന്നത്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 NICUs ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ ഈ അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എക്സസൈസ് കൊടുക്കുകയാണ് ആദ്യം ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പൊസിഷനിങ്, അവരുടെ മസിൽസിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പൊസിഷനിങ് കൊടുക്കുക, അതൊക്കെയാണ് ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് നമ്മളൊരു 2 വയസ്സൊക്കെ നോക്കുകയാണെങ്കിൽ, 2 വയസ്സ് 3 വയസ്സ് നോക്കുകയാണെങ്കിൽ കൊച്ചിൻ്റെ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ കളികൾ, മറ്റ് മിങ്കിൾ ചെയ്ത് കളിക്കുക, അല്ലെങ്കിൽ ഒരു 3-3.5 വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ മിങ്കിൾ ചെയ്ത് കളിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഓട്ടിസോ അല്ലെങ്കിലുള്ള കുട്ടികൾ നോക്കുകയാണെങ്കിൽ അവർക്ക് സോഷ്യലൈസേഷൻ തീരെ കുറവായിരിക്കും. ഇതൊരു 6 വയസ്സൊക്കെ നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോവുക, എഴുതുക, അല്ലെങ്കിൽ അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക അല്ലേ. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് ചെയ്യുക, ബ്രഷ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതാണ് നമ്മൾ ഒക്യുപ്പേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മുതിർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിൽ രാവിലെ കാറെടുത്ത് അവരുടെ ഓഫീസിൽ പോവുക, വർക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യമുണ്ട്. അപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ വണ്ടി ഓടിക്കണം. അപ്പോൾ അവരുടെ ഒരു ബ്രെയിനിലൊരു ഇഞ്ചുറി ഉണ്ടാവുമോ അല്ലെങ്കിൽ അവർക്കൊരു കയ്യിലൊരു ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം അതിലാണ് ഓക്യുപ്പേഷൻ തെറപ്പിയുടെ റോൾ വരുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിൽ ഇച്ചിരി മാറിപ്പോയി. അമേരിക്കയ്ക്ക് പോയില്ലേ? ഇല്ല, അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ ഇങ്ങനെ 2 ഹോസ്പിറ്റൽ വർക്ക് ചെയ്തതിന് പോകും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഡാഡി വിളിക്കും. അപ്പോൾ ഞാൻ പറയും എക്സാം പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് വരുമാനം വന്നു തുടങ്ങി, നമ്മൾ ജോലി ചെയ്ത് ശമ്പളം കിട്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ എയർടെലിൻ്റെ കോൾ സെൻറ്ററിൽ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോവാം. ഒരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായി ഈ മേഖലയിലുള്ള ഒത്തിരി പേർക്ക് പല സ്ഥലങ്ങളിലാണ് പോകുന്നവർ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഡിലേ ഉണ്ടെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റിനെ വേണം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് വേണം, ഫിസിയോതെറപ്പിസ്റ്റ് വേണം. അപ്പോൾ അങ്ങനെ ഒരു 4-5 പ്രൊഫഷണൽസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, ഇതെല്ലാം കൂടെ നമുക്കൊരു കുടക്കീഴിൽ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയാണ് 2004 ചെന്നൈയിൽ ആദ്യമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് ബിൽഡിംഗ് എടുത്ത് ആ ബിൽഡിങ്ങിൽ ഒരു ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, കാരണം നമുക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഞാനൊരു സ്ഥാപനം തുടങ്ങി അവിടെ ചെന്നൈ തുടങ്ങി 2004. അന്നത്തെ ആദ്യത്തെ പ്രൈവറ്റ് മേഖലയിലുള്ള സ്ഥാപനമാണ് ഞാൻ അതായത് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. ഒരു കുട്ടിക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവനെ റെഗുലർ സ്കൂളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല, അവനെ നേരെ സ്പെഷ്യൽ സ്കൂളിലേക്ക് തട്ടുക. അപ്പം അവിടെ കുട്ടികൾ വന്നു തുടങ്ങി, ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു തെറപ്പിസ്റ്റ് 2 തെറപ്പിസ്റ്റായി.
അങ്ങനെ നമ്മളൊരു ടീമായിട്ടൊരു വലിയ ടീമായി ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഉടനെ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ കുറച്ച് അപ്സെറ്റായി. അതിനുശേഷം പതുക്കെ ഞാൻ മാസ്റ്റർ ഡിഗ്രി പഠിച്ചു. അതിൻ്റെ തന്നെ അഡ്വാൻസ് കോഴ്സ് 2 വർഷത്തെ കോഴ്സുണ്ട്, അത് പഠിച്ചു. പിന്നെ PhD ചെയ്തു. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് പിന്നെ പഠിക്കാനില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഡാഡി പിന്നെ ആഗ്രഹം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലി നടണം. ഗവൺമെന്റ് ജോലി വേണം. ബിസിനസ് എന്ന് പറയുന്നത് താല്പര്യമേ ഇല്ല. ഒന്നീ ഗവൺമെന്റ് ജോലി, ഇല്ലെങ്കിൽ വിദേശത്ത് പോകണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി. അല്ല, പിന്നെ ഈ പ്രത്യേകിച്ച് ഈ മേഖലയിൽ എപ്പോഴും ഒരു സെന്റിമെന്റ്സ് ആണ്. അതൊരു സ്പെഷ്യൽ സ്കൂള് അങ്ങനത്തെ ഒരു ഇതാണല്ലോ. ഇത് ആക്ച്വലി സിമ്പതി അല്ല വേണ്ടത്, ഒരു എമ്പതിയാണ് വേണ്ടത്. ഇപ്പോൾ ഇവരെ നമുക്കിപ്പം ഒരാൾക്കിപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് കുറച്ച് അവർക്ക് നല്ല വെൽ ഓഫ് ആണെന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ പോകുന്നതിന് കുഴപ്പമില്ല. അപ്പം നമുക്ക് അവരെ നല്ല രീതിയിൽ കൊടുക്കുക, കെയർ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൈവറ്റായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഡാഡിയുടെ ആഗ്രഹങ്ങൾ, പിന്നെ പേരൻസിൻ്റെ ആഗ്രഹം നമ്മളൊരു ഗവൺമെൻറ്. അപ്പോൾ നമ്മളൊരു 2015 ആയപ്പോഴത്തേക്ക് ഞാനൊരു PSC എക്സാം എഴുതി. അങ്ങനെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. എനിക്ക് ഇന്നുവരെ അങ്ങനെ, കാരണം എനിക്ക് ചെറുപ്പത്തിലും നമുക്ക് കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റിയും ഇതുപോലെ ലേണിംഗ് ഡിഫിക്കൽറ്റിയൊക്കെ എനിക്കുണ്ട്. റൈറ്റിംഗ് എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് കാണുമ്പോൾ ഒരു നല്ലൊരു എമ്പതി, എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളൊരു ചേഞ്ച് ഉണ്ടാക്കിയ ശേഷം അപ്പോൾ PSC ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ കുറച്ച് ഗവൺമെൻറ് സർവീസ് വർക്ക് ചെയ്തു. പക്ഷേ പിന്നെ ഞാനത് വിട്ടു, കാരണം നമുക്ക് പ്രൈവറ്റാണ് നമുക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി കേരളത്തിൽ എന്തെങ്കിലും തുടങ്ങണം. അങ്ങനെയാണ് 2013 അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സമയത്താണ് ഇതിനെപ്പറ്റി ഒരു വലിയൊരു കോൺഫറൻസ് ട്രിവാൻഡ്രത്ത് നടത്തി. 50ഓളം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലായി ഇതിനെപ്പറ്റി ഇവിടെ വളരെ ഈ ഒരു ഒക്യുപ്പേഷൻ തെറാപ്പിയെ പറ്റി അവയർനെസ് ഇല്ല. അപ്പോൾ അദ്ദേഹം അതിനൊരു മീറ്റിംഗ് ഉടനെ വെച്ചു. ഡോക്ടർ മുനീറായിരുന്നു മിനിസ്റ്റർ. അപ്പോൾ തന്നെ ഒരു 2 കോഴ്സ് കേരളത്തിൽ തുടങ്ങാനായിട്ട് അംഗീകാരം കൊടുത്തു. അങ്ങനെ ഒരു പ്രചാരം വന്നു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ തുടങ്ങി 2012. അതിനുശേഷം നമ്മളിവിടെയും പ്രൈവറ്റ് മേഖലയിൽ നമ്മൾ തന്നെയാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുണ്ടെങ്കിലും ഈ ഓൾ അണ്ടർ വൺ റൂഫായിട്ട് പേരൻസിന് കൊണ്ടുവരാൻ സ്ഥലമില്ല. കാരണം നമുക്കറിയാമല്ലോ, ഒരു കുട്ടീനെ കൊണ്ട് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മടുപ്പാവും. അപ്പോൾ അങ്ങനെ കുട്ടികൾ വന്നു തുടങ്ങി, നമുക്ക് നല്ല റിസൾട്ട് വന്നു. അങ്ങനെ പ്രയത്നം എന്ന് പറഞ്ഞൊരു സ്ഥാപനം നമ്മൾ കൊച്ചിയിൽ തുടങ്ങുന്നത്. ഇപ്പോൾ എത്ര ജീവനക്കാരുണ്ട്? ഇപ്പോൾ നമുക്ക് ഏകദേശം 75ഓളം സ്റ്റാഫ് കൂടെ ഉണ്ട്. അന്ന് അമേരിക്കയിൽ പോയായിരുന്നെങ്കിൽ 75ഓളം ആളുകൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇതാണ് നമ്മുടെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുക, വരിക, എന്നിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ എക്സ്പെർട്ടൈസ് നമ്മുടെ സ്വന്തം നാടിനും നാട്ടുകാർക്കും വേണ്ടി ഉപയോഗിക്കുക. അതെ. പിന്നെ അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിൽ ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ഞാൻ ഇപ്പോഴും വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. അവിടെ ഇയർലി വൺസ് അവിടെ പോകുന്നുണ്ട്, ഓൺലൈനായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അമേരിക്കയിൽ പോകാൻ പറ്റി. അപ്പോൾ അങ്ങനെ പേരൻസ് നോക്കിയപ്പോഴത്തേക്കും രണ്ടും സാധിച്ചു. പക്ഷേ പോയി. അതെ, നടന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ ദാറ്റ് വണ്ടർഫുൾ ഇൻട്രോ. അപ്പോൾ നമുക്കിനി കുറച്ച് ബേസിക് കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് ഓട്ടിസം എന്നുള്ളത് വ്യക്തമായിട്ട് ഒന്ന് പറയാമോ? പലരും ഓട്ടിസം ബാധ എന്ന് പറഞ്ഞാൽ, ഓട്ടിസം ഒരു ബാധയല്ല, ഓട്ടിസം ഒരു അവസ്ഥയാണ്. ഓട്ടിസം നമുക്ക്, അതായത് ഒരു സ്പെക്ട്രമാണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. കാരണം അതൊരു അംബ്രല്ല ടേമാണ്. അതിനകത്ത് ഒത്തിരി സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ കീ സിംറ്റംസ് ആയിട്ട് വരുന്നതാണ്, ഒന്ന് നമുക്ക് സോഷ്യലൈസേഷൻ കുറവായിരിക്കും, ഐ കോണ്ടാക്റ്റ് കുറവായിരിക്കും, അതായത് മറ്റാളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. പിന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റി. പിന്നെ ചില കുട്ടികളിൽ റെപ്പിറ്റേറ്റീവായിട്ടുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബിഹേവിയർ, അല്ലെങ്കിൽ സ്റ്റിമ്മിങ് എന്ന് പറയും. അതായത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ചേഷ്ടകൾ കാണിക്കുക, അത് ചില കുട്ടികളിലുണ്ട്. പിന്നെ ചില കുട്ടികളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെർബൽ ഓട്ടിസം, അവർക്ക് തീരെ സംസാരം തീരെ കാണത്തില്ല, അവർ പോയിൻ്റ് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ചില കുട്ടികളിൽ എങ്ങനെ വെച്ചാൽ ഒരു 3 വയസ്സ് 3.5 വയസ്സ് വരെ സംസാരം ഉണ്ടാവും, അത് താഴോട്ട് പോകും അവരുടെ സംസാരം, അതായത് ഡിറ്റോറിയേഷൻ ഓഫ് സ്പീച്ച് എന്ന് പറയും. അപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് അവരുടെ മെയിൻ പ്രോബ്ലം. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവരൊരു ചിലപ്പോൾ അവരുടെ സ്വപ്ന ലോകത്തായിരിക്കും, അവരൊരു വേറൊരു വേൾഡിലായിരിക്കും. അപ്പോൾ അതാണ് ഓട്ടിസത്തിൻ്റെ ഒരു അവസ്ഥ. ഇതിനെ ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് നമുക്ക് ഒരു കുട്ടീനെ വേറെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു പല സിംറ്റംസ് അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ ഹൈ ഫങ്ഷൻ ഓട്ടിസം ഉണ്ട്. അതായത് അവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും. അവർക്ക് എന്ന് വെച്ചാൽ എഴുതുകയും വായിക്കുകയൊന്നും വേണ്ട, പക്ഷേ അവർക്ക് സ്റ്റോറി ടൈപ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലായി, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായി. അങ്ങനത്തെ ഒരു പല ടൈപ്പ് ഓഫ് ആളുകൾ അതിനകത്ത്. ഇപ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയാണോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു എപ്പിലെപ്സി റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ എപ്പിലെപ്സി ഉള്ള ഒരാളാണെങ്കിൽ ആ ആളുടെ ബ്രെയിനിൽ MRI എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ബ്രെയിനിൽ കാണാൻ പറ്റും. ഈ ഓട്ടിസം എന്ന് പറയുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു MRI എടുത്ത് നോക്കിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ടെസ്റ്റുകൾ നടത്തി കണ്ടുപിടിക്കാവുന്ന എന്തെങ്കിലും അവസ്ഥയുണ്ടോ നമ്മുടെ ശരീരത്തിൽ? ഓട്ടിസം നമുക്ക് ആക്ച്വലി കുട്ടി ഉണ്ടാകുന്ന സമയത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്കൊരു MRI കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഫങ്ഷണൽ MRIയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ട്, പക്ഷെ നമുക്കൊരു MRIയിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇല്ല, ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പറ്റത്തില്ല.
അപ്പൊ ഇത് പിന്നെ ഓട്ടിസത്തിൽ ചില കുട്ടികൾക്ക് സീഷർ ഡിസീസ്, നിങ്ങൾ പറഞ്ഞ പോലെ എപ്പിലെപ്സി ഉള്ള കുട്ടികളുണ്ട്, പിന്നെ ബുദ്ധിപരമായിട്ട് പ്രോബ്ലം ഉള്ള കുട്ടികളുണ്ട് ഓട്ടിസത്തിൽ. അതായത് സിവിയർ ആയിട്ടുള്ള കുട്ടികൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അവർക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ട്, അതേസമയം ചില കുട്ടികൾക്ക് എപ്പിലെപ്സി വരുന്ന കുട്ടികളും ഉണ്ട് ഓട്ടിസത്തിൽ. ഇത് നമുക്കൊരു ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അതേപോലെ ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളുകളും ഇല്ലേ? ഉണ്ട്. ഞാനൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുമായിരുന്നു, ഗുഡ് ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട്. ഈസ് എൻ ഓട്ടിസ്റ്റിക് ഡോക്ടർ. അയാളൊരു സർജനാണ്. അവൻ വളരെ മനോഹരമായിട്ട് സർജറി ചെയ്യുന്നു. അതെന്തോ റിയൽ സ്റ്റോറി എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അത് ഭയങ്കര ഒരു ഗംഭീര ഒരു സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള ആളുകളും ഉണ്ട്. അല്ല, ഹൈ ഫംഗ്ഷൻ ഒത്തിരി പേരുണ്ട്. ഹൈ ഫംഗ്ഷൻ ആയിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. അതായത് അതാണ് നമ്മൾ പറഞ്ഞത്, ഇവരുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ. അപ്പോൾ കഴിവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നല്ല മിടുക്കന്മാരായിട്ട് വരും. നല്ല പാട്ട് പാടുന്നവരുണ്ട്, കലാകാരന്മാർ. അതെ. അപ്പം നമ്മളിപ്പം ഒരു സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ 35 കുട്ടികളുണ്ടെങ്കിലും 35 കുട്ടികളും ഒരേ സിലബസാണ് പഠിക്കുന്നത്. അപ്പം അതിൽ വ്യത്യസ്തമായ ആൾക്കാരുണ്ടാവും. അപ്പം ഒരേ സാധനം ഒരേ സിലബസ് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. അവർ പെർസീവ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ നമ്മൾ ആദ്യം കാണും, നമുക്ക് മൾട്ടിപ്പിൾ സെൻസസ് നമുക്കുണ്ട്, അറിയാലോ. അപ്പോൾ നമുക്ക് വിഷൻ ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്, ടച്ച് ഉണ്ട്, സ്മെല്ലുണ്ട്, ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സെൻസസ് നമുക്കുണ്ട്. ഈ സെൻസസിനെ എല്ലാം നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ എ സിയുടെ ചെറിയ സൗണ്ട് വരുന്നുണ്ട്, ഈ ലൈറ്റ് ഉണ്ട്, ഇതൊന്നും നമ്മുടെ കോൺവെർസേഷനെ ബാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെ. അപ്പോൾ ഇതെല്ലാം ഫിൽട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. അതെ. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുന്നത് അല്ലേ? ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കും, പക്ഷെ നമ്മൾ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ടാവും. നമ്മൾ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കുകയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന്. അപ്പോഴും നമ്മുടെ കാൽ ആക്സിലേറ്ററിൽ ഉണ്ടാവും, നമ്മൾ കൈ ഗിയർ മാറുന്നുണ്ടാവും, ക്ലച്ച് ചവിട്ടുന്നുണ്ടാവും, ബ്രേക്ക് പിടിക്കുന്നുണ്ടാവും, എതിരെ വരുന്ന വണ്ടി നോക്കുന്നുണ്ടാവും. അതാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ ഇത് ഒന്നും പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ ഇവർക്ക് ഫംഗ്ഷൻ ആയിട്ട് വന്നു വരില്ല അല്ലേ? ഇവരുടെ വയറിങ് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് ഒരു ന്യൂറോ ഡൈവേർജൻ്റ് ആണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമുക്കൊരു ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയും. അതായത് ന്യൂറോ ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനും അവരുടെ ബ്രെയിനിലും തമ്മിൽ വ്യത്യാസം, കുറച്ച് വയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും. സിമ്പിളായിട്ട് ചോദിച്ചാലേ ഇതൊരു ഹാർഡ്വെയർ പ്രോബ്ലം അല്ല, സോഫ്റ്റ്വെയർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പറ്റുമോ? യെസ്, അതുപോലെ തന്നെയാണ്. അങ്ങനെയാണ്, ഇതൊരു സോഫ്റ്റ്വെയർ പ്രോബ്ലം. അതെ, ബ്രെയിനിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പ്രോബ്ലമാണ്. ഓക്കെ. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വയറിങ്, ബ്രെയിനിന് ന്യൂറോണൽ പ്ലാസ്റ്റിറ്റി ഉണ്ട്. നമുക്ക് ബ്രെയിനിന് ന്യൂറോണൽ പ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് പോലെ മോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രെയിൻ ചെറുപ്പത്തിലേ. ഓക്കെ. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികളുടെ ബ്രെയിനിൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. മനസ്സിലായി. അപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വയസ്സിനകം നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് ഒരു 1.5 വയസ്സ് 2 വയസ്സിനകം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. ഈ ഓട്ടിസം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ ചെറുപ്പത്തിലാണ്, കുട്ടികളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ചിലപ്പം എനിക്ക് തോന്നുന്നു ഒരു വയസ്സ് 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ നമുക്കത് മനസ്സിലായി തുടങ്ങാൻ തോന്നുന്നു അല്ലേ? കാരണം അതിന് മുമ്പ് നമുക്കത് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം നമുക്കറിയാമല്ലോ ഒരു കുട്ടി ഏത് സമയത്ത് കമന്ന് നടക്കുന്നു, എഴുതി നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഡിലേ ആയി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഡൗട്ട്സ് വരുന്നതും നമ്മൾ നെക്സ്റ്റ് ഒരു ഒപ്പീനിയൻ എടുത്ത് പോകുന്നതും അല്ലേ? എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുക? വാട്ട് ആർ ദ ഏർലി സൈൻസ് ഓഫ് ഓട്ടിസം? അതായത് നമ്മളൊരു ടിപ്പിക്കൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കുട്ടിയുടെ മൈൽ സ്റ്റോൺ നോക്കുകയാണെങ്കിൽ 3 to 5 monthsനകം ഹെഡ് കൺട്രോൾ വരണം, തല ഉറയ്ക്കണം. അതെ. ഈ സമയത്ത് തന്നെ കുട്ടിക്ക് അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. 3 മാസം മുതൽ 5 മാസം വരെ 3 to 5 months അമ്മയായിട്ടാണ് ആദ്യം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനുശേഷം കുട്ടി കമന്ന് വീഴണം, പിന്നീട് കുട്ടിയുടെ നീന്തണം, പിന്നെ ഇരിക്കണം. അപ്പം ഇതെല്ലാം ഒരു മൈൽ സ്റ്റോൺ. അപ്പം ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കും. 10 months ആകുമ്പം ഒരു പിടിച്ച് നടക്കാൻ തുടങ്ങും. 1 വയസ്സാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് നടക്കാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നമുക്ക് സോഷ്യൽ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതായത് സോഷ്യൽ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഐ കോണ്ടാക്ട്, സോഷ്യൽ സ്മൈല് ട്രാക്ക് ചെയ്യുന്നത്. ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി ചുറ്റിനും നോക്കാൻ തുടങ്ങും. നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതായത് ജോയിൻ്റ് അറ്റൻഷൻ തുടങ്ങും. അതായത് നമ്മളൊരു കാര്യത്തിലേക്ക് പോയിൻ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് എവിടെയാണെന്ന് പറയുമ്പം ഒരു 10 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് 8 മാസം 10 മാസം കുട്ടി അങ്ങോട്ട് നോക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് പേരൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഐ കോണ്ടാക്ട് ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ അതൊരു റെഡ് ഫ്ലാഗാണത്, ഐ കോണ്ടാക്റ്റ്. അപ്പോൾ അതിനുശേഷം 1 വയസ്സാകുമ്പോൾ എന്താണ്, ഒരു വാക്ക് പറയണം. അമ്മ, ടാറ്റ പറഞ്ഞു തുടങ്ങും. 1 വയസ്സ് മുതൽ 2 വയസ്സാകുമ്പോഴത്തേക്കും 2 വാക്ക്, അമ്മ, ടാറ്റ. 3 വയസ്സാകുമ്പോൾ 3 വാക്ക് ചേർത്ത് പറയണം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അസസ്മെൻറ്റ്. ഇതിനിപ്പോൾ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? അപ്പോൾ സോഷ്യൽ മൈൽ സ്റ്റോൺസിൽ വരുന്നതാണ് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷനും അറ്റൻഷൻ, നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ പോയിൻ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത്, നമ്മളൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അലേർട്ട് ആകണം. അപ്പോൾ ഇപ്പോൾ വരുന്ന കുട്ടികളിൽ
പ്രധാനമായിട്ടും അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് TV അല്ലെങ്കിൽ മൊബൈൽ, ടാബ് വന്നു തുടങ്ങി. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഉപയോഗം തുടങ്ങിയ ശേഷം ഇതിൽ താഴോട്ട് ഒത്തിരി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാൻസി ആയിട്ട് ടൈം പറയുന്നുണ്ട്, വെർച്വൽ ഓട്ടിസം കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികളുടെ സ്ക്രീനിൻ്റെ ടൈം കൂടും. അതായത് ഒരു അതായത് നമ്മൾ WHO പറയുന്നത് 0 to 1 ഇയറിൽ സ്ക്രീന് കാണിക്കാനേ പാടില്ല, ഒരു 18 months വരെ. 18 months വരെ 2 to 3 years മാക്സിമം 1 മണിക്കൂർ വരെ പല ടൈം ബ്രേക്ക് ചെയ്ത് കാണിക്കാം. 3 years നമുക്ക് 1 മണിക്കൂർ കൂടുതൽ കാണിക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് 5 മണിക്കൂർ 6 മണിക്കൂർ കുട്ടികൾ സ്ക്രീൻ കാണുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ചെറുപ്പത്തിൽ അറ്റൻഷൻ കുറവായിരിക്കും. അപ്പം അറ്റൻഷൻ കുറഞ്ഞ് നിൽക്കുമ്പോൾ ഇവർക്ക് അറ്റൻഷൻ കുറച്ച് എഫോർട്ട് ഇട്ട് കാണുന്ന കാര്യങ്ങളിലേക്ക് താല്പര്യം കൂടും. അതായത് ഇപ്പോൾ ഒരു പസിൽ വെച്ച് കളിക്കുക അല്ലെങ്കിൽ ഒരു ക്രയോൺസ് വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ എഫോർട്ട് കൂടുതലാണ്. പക്ഷേ നേരെ മറിച്ച് ഒരു സ്ക്രീൻ കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അതിനകത്ത് കളർഫുള്ളാണ്, ആനിമേഷനുണ്ട്, മ്യൂസിക്കുണ്ട്. അപ്പോൾ നമ്മുടെ 100 times റീഇൻഫോഴ്സിങ് ആണ്. നമ്മളൊരു പേരൻ്റ് ഒരു റൈംസ് പാടുന്നതിലും നമ്മൾ സംസാരിക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ അങ്ങോട്ട് അട്രാക്ഷൻ പോകും. അപ്പോൾ കുട്ടികളുടെ ഇതൊരു കോമൺ സെൻസിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് കുറേ കൂടെ സ്മൂത്തായിട്ട് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആരെയാണ് പോയി കൺസൾട്ട് ചെയ്യേണ്ടത്? ഒരു ഡോക്ടറെ പോയി കാണണ്ടേ? അതെ, സാധാരണ രീതി നമ്മളിപ്പോൾ പറഞ്ഞാൽ നമുക്കൊരു ഫാമിലി പീഡിയാട്രിഷ്യൻ ഉണ്ടാവും കുട്ടിക്ക്. അപ്പം സാധാരണ കുട്ടിയെ നമ്മൾ ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കുന്നത് എപ്പോഴായിരിക്കും? ഒരു വാക്സിനേഷൻ ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പനി ജലദോഷം വരുമ്പോൾ കാണിക്കാൻ പോകും. അപ്പോൾ ആ സമയത്ത് തന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ പീഡിയാട്രിഷ്യൻസും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങോട്ട് പറയാം. ഇപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ ഒരു 1 year ആയി, അല്ലെങ്കിൽ അവന് സംസാരം പുറകെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവന് തല ഉറച്ചിട്ടില്ല ഇപ്പോഴും എന്ന് നമുക്ക് പറയാം. പക്ഷേ ഡോക്ടറെ അടുക്ക ചെല്ലുമ്പം ഈ കുട്ടി ആക്റ്റീവ് ആയിരിക്കത്തില്ല. കാരണം വാക്സിനേഷൻ ഒരു പ്രാവശ്യം പോയി അറിയാമല്ലോ, പിന്നെ കുട്ടി ആ ഡോക്ടർ റൂം കാണുമ്പോൾ കരയാൻ തുടങ്ങും അല്ലേ. പിന്നെ വല്ല പനിയാണെങ്കിൽ കുട്ടി ആക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പോൾ പേരൻറ്റ് വേണം ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ. പീഡിയാട്രിഷ്യൻ ഡെഫിനറ്റ്ലി അവരായിരിക്കും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ്, ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ സഹായം തേടാൻ പറ്റുന്നതാണ്. ന്യൂറോളജിസ്റ്റിനെ പോലുള്ള ആൾക്കാരെയൊക്കെ കാണേണ്ട നമുക്ക് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിലേക്ക് ആദ്യം പോകണമെന്നില്ല. നമുക്കിപ്പോൾ അതൊരു ന്യൂറോളജി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് മോട്ടോർ ഡിലേ, അതായത് നടക്കാനായിട്ട് ലേറ്റ് ആവുന്നു, അല്ലെങ്കിൽ അവൻ്റെ തല ഉറക്കുന്ന ലേറ്റ് ആവുന്നു. അപ്പോൾ നമുക്കൊരു തീർച്ചയായിട്ടും ഫിസിക്കൽ ബുദ്ധിമുട്ട് തോന്നുവാണ്. അപ്പോൾ നമ്മളൊരു MRI അല്ലെങ്കിൽ EEG പോലെ സ്കാനൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്കൊരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നതിൽ അത് പീഡിയാട്രിഷ്യൻ തന്നെ ഡെഫിനറ്റ്ലി റെഫർ ചെയ്യും. നേരിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് അവരുടെ ഫാമിലി ഡോക്ടറെ തന്നെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് അവരുടെ ഫാമിലി ഡോക്ടറെ ആയിരിക്കും, ഒരു തേർഡ് പേഴ്സണെ ആയിരിക്കത്തില്ല. അപ്പോൾ ആ ഡോക്ടർ തന്നെ ആയിരിക്കും കൂടുതൽ റെഫർ ചെയ്യുന്നതും, നമുക്കും അങ്ങനെ തന്നെ റെഫർ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇപ്പോൾ ഓൺലൈൻ വഴി കയറി നോക്കും, സ്പീച്ച് തെറപ്പിസ്റ്റ്, ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റിനെ കണ്ട് അങ്ങനെ വരും. ഇനി അതല്ല നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് വരുന്ന ഒരാൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ ഉണ്ട്. നമുക്കുണ്ട്. അത് തന്നെയല്ല, നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ തോന്നിയാൽ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യും, തിരിച്ച് റെഫർ ചെയ്യും. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യും. മനസ്സിലായി. ഓക്കെ. ചെറുപ്പത്തിൽ കുട്ടികളിൽ ഇതുപോലൊരു അവസ്ഥ ഉണ്ടായി വരിക എന്ന് പറയുമ്പോഴത്തേക്കിനും അവരുടെ പാരൻസ് എന്നുള്ള രീതിയിൽ അവർക്കത് വലിയൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും. അവർ വല്ലാത്തൊരു ഷോക്കിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ സമയത്ത് എൻ്റെ കുട്ടിയെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കാരണം കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തയായിരിക്കും അവർക്കുണ്ടാകുക. അത് പൈസ ഉള്ളവനാണെങ്കിലും പൈസ ഇല്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും സ്വന്തം കുട്ടിയുടെ കാര്യം വരുമ്പോഴത്തേക്കിനും അത് ആ രീതിയിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അയാളുടെ ഒരു ഫസ്റ്റ് കൺസേൺ, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലെ ആദ്യത്തെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഡോക്ടർ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓട്ടിസം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള വാക്കിനെ കഴിയുമ്പോൾ ട്രെയിനിങ് എന്നാണ് അത്യാവശ്യം. അതായത് ഓട്ടിസം നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല, ഒരവസ്ഥയാണ്. അതിനെ ട്രെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. അതെ, ഓട്ടിസം നമുക്കൊരിക്കലും ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മൈൽഡ് കേസസ് എയർലി ആയിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ നിയർ നോർമലാക്കി അവരെ കൊണ്ടുപോകാൻ പറ്റും. സിവിയർ ഓട്ടിസം നമുക്കൊരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓട്ടിസം ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരെ ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ എപ്പിലെപ്സി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ ചില കുട്ടികൾക്ക് അഗ്രസീവ് ബിഹേവിയറുള്ള കുട്ടികളുണ്ട്, തീരെ ഒട്ടും അറ്റൻഷൻ ഇല്ല, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, അല്ലെങ്കിൽ അവർ കടിക്കുക, അല്ലെങ്കിൽ മറ്റു ആളുകൾ ഉപദ്രവിക്കുന്ന, അങ്ങനെ അക്രമാസക്തമുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ തീരെ ഉറക്കക്കുറവ്, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ മരുന്നിൻ്റെ ആവശ്യമുണ്ട്. അതൊരു ചൈൽഡ് സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യനാണ് ആ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ മരുന്ന് കൊടുക്കുന്നതും ക്യൂറിന് വേണ്ടിയിട്ടല്ല,
ഒരു സപ്പോർട്ടീവായിട്ടാണ്. അതായത് ഇപ്പോൾ കുട്ടിക്ക് അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഉറക്കം ഒന്ന് സ്റ്റെബിലൈസ് ആകാൻ വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുക്കാം. അത് ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നാളത്തേക്ക് ആവശ്യം വരത്തുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നത് കൂടുതലും ട്രെയിനിങ് ആണ്. അപ്പം ഈ ട്രെയിനിങ്ങിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പേരൻറ്റ് വരുമ്പോൾ ഒരു പേരൻറ്റും ആദ്യം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേൾക്കുമ്പോൾ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഒരു പേരൻറ്റിൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, കുട്ടിയുടെ അമ്മയും അച്ഛനും വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, അവൻ്റെ കഴിവുകൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ അവർ പറയും ആ കുട്ടിയുടെ കഴിവുകൾ എന്താണ്. അതായത് അവന് വളരെ എന്താ പറയുക, ആൾക്കാരായിട്ട് വളരെ ലവബിളാണ്, അല്ലെങ്കിൽ അവനൊരു ഇമോഷനുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവന് ഇഷ്ടങ്ങൾ പറയും. അവന് കാർ വെച്ച് കളിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവന് ഇന്ന പസിൽസ് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ കുട്ടിയുടെ മുമ്പ് വെച്ച് ഒരിക്കലും അവൻ്റെ വീക്കർ ഏരിയാസ് സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ പല എക്സ്പേർട്സിനെ കാണാൻ പോകുമ്പോൾ അറിയാമല്ലോ, ഈ എക്സ്പോഷർ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ കുട്ടീനെയാണ് ആളുകൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടിക്ക് എപ്പോഴും ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ഒരു പ്രൊഫഷണൽസിന് മുമ്പ് വെച്ചും. ഞാൻ സാധാരണ ചെയ്യുന്നത്, നമ്മൾ ഡൈവേർട്ട് ചെയ്ത ശേഷം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കും ഈ പേരൻറ്റിന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം പേരൻറ്റ് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ പേരൻറ്റ് വന്ന ശേഷം കുട്ടീനെ നമ്മൾ കുറച്ച് ടോയ്സ് ഒക്കെ കൊടുത്ത് ഡൈവേർട്ട് ചെയ്ത ശേഷമാണ് കുട്ടിയുടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കുട്ടിയുടെ അറ്റൻഷൻ, സ്പീച്ച്, അവൻ്റെ ലാംഗ്വേജ് എത്രയുണ്ട്, അവൻ്റെ കളികൾ എങ്ങനെയുണ്ട്, അവനെങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്, അവൻ്റെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ് എങ്ങനെ ചെയ്യുന്നു, സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടോ, സ്വന്തമായിട്ട് അവൻ ഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, ടോയ്ലറ്റിൽ പോകാനായിട്ട് പോകുന്നുണ്ടോ, ഇതിലെല്ലാം നമുക്ക് സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പേരൻറ്റോട് പറയും, ഇന്ന ടെസ്റ്റുകൾ ചെയ്ത ശേഷം ഇന്ന ഏരിയാസിൽ അവന് ഏജ് അപ്രോപ്രിയേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടി അവൻ നടക്കാനോ ഒന്നും കുഴപ്പം കാണത്തില്ല, മോട്ടോർ വൈസ് എല്ലാം ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന ഏരിയയിൽ പ്രോബ്ലങ്ങളുണ്ട്, ഇന്ന ഏരിയയിൽ നോർമലാണ്, സ്കോർ നമ്മൾ കാണിക്കും. അപ്പോൾ പേരൻറ്റിന് ഏകദേശം ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പേരൻറ്റിനെ കൂടി ഇരുത്തിക്കൊണ്ട് ആണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിപ്പോൾ സ്പീച്ച് തെറപ്പി ആണെങ്കിലും ഓക്യുപ്പേഷൻ തെറപ്പി ആണെങ്കിലും ഈവൻ ബിഹേവിയർ തെറപ്പി ആണെങ്കിലും പേരൻറ്റിനെ കൂടെ ഇരുത്തി, പ്രത്യേകിച്ച് അമ്മമാരാണ് കൂടുതൽ സമയം വരുന്നത്. അപ്പോൾ ഒരു 4-5 സെഷൻസ് വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും, ഓക്കെ കുട്ടിക്ക് ഇന്ന ഏരിയയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചില പേരൻസ് എന്താ വെച്ചാൽ അമ്മ ഇരുന്നാൽ കോപ്പറേറ്റ് ചെയ്യത്തില്ല എന്ന് പറയും. സാധാരണ അറിയാലോ, നമ്മൾ പ്ലേ സ്കൂളിൽ വിടുമ്പോഴത്തേക്കും പക്ഷേ നമ്മൾ പറയുന്നത് ആദ്യത്തെ ഒരു 3-4 സെഷൻ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും, പക്ഷേ അമ്മ കൂടെ തന്നെ ഇരിക്കണം. അപ്പോൾ ആ സെഷനിൽ നമ്മൾ റാപ്പോ ബിൽഡിങ്ങാണ് ചെയ്യുന്നത്. ഈ റാപ്പോ ബിൽഡ് ചെയ്ത ശേഷം കുട്ടിക്ക് അപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വരുന്നത്, ഈ നോക്കുന്ന തെറപ്പിസ്റ്റും ഈ സ്ഥലവും ഒരു സേഫർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്ന് മനസ്സിലാവും. പിന്നെ അറിയാലോ, നമ്മുടെ ഒരു കൾച്ചറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു കുട്ടിയായിരിക്കും, ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും, ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും, ഭയങ്കര ഓവർ പ്രൊട്ടക്ഷൻ, ഓവർ പാമ്പറിങ് ഉള്ള ഫാമിലി ഉണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അറിയാലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ പേരൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും, ഏത് രീതിയിലാണ് കുട്ടികൾക്ക് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ കുട്ടീൻ്റെ റൂട്ടീൻ നിങ്ങൾ മാറ്റേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് പേരൻറ്റിങ് സ്റ്റൈലിൽ മാറ്റം വരുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഒരു 30% ഉള്ളൂ ആദ്യം കുട്ടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 70% കുട്ടിയുടെ ചുറ്റിരിക്കുന്ന ആളുകളാണ് മാറേണ്ടത്. കാരണം നമ്മൾ പറയുന്നു എല്ലാവരും കുറച്ച് സ്ക്രീനൊക്കെ കുറയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ പുറത്ത് കൊണ്ട് കളിപ്പിക്കാൻ കൊണ്ടുപോകണം, മദർ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഫ്ലോർ ടൈം കുറച്ചുകൂടെ അവൻ്റെ കൂടെ കളിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറച്ച് കൗൺസിലിങ്ങും പേരൻ്റൽ ഗൈഡൻസും കൊടുത്ത ശേഷം അപ്പോൾ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു തുടങ്ങും. അപ്പോൾ ചില പേരൻസിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലിത് കൂടുതലാണ്, കാരണം ഒരു സ്റ്റിഗ്മ കൂടുതലുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊരറിയാലോ, ഒരു കുട്ടിക്ക് ഇങ്ങനെ ഡിഫിക്കൽട്ട് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി നേബേഴ്സ് എല്ലാം എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ഒറ്റപ്പെടുത്തുന്നു. എനിക്ക് അങ്ങനെ ഒത്തിരി ഫാമിലി അറിയാം, ഒത്തിരി പേര് അറിയാം. എനിക്ക് എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പല ആൾക്കാർ ഞാൻ പല സ്ഥലത്ത് വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥയിലുള്ള പല ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് വളരെ വിഷമത്തോടെ ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. കാരണം ഇതെന്താണെന്ന് പോലും ഫാമിലിയിലെ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാതെ അവർ എന്താ പറയുക, നിങ്ങൾക്ക് ഇത് വേറെ എവിടെയെങ്കിലും കാണിച്ചൂടെ, ഇല്ലെങ്കിൽ ആയുർവേദം കാണിച്ചൂടെ, ഇല്ലെങ്കിൽ മറ്റേ ചെയ്തുകൂടെ, മന്ത്രവാദം ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നേ. ഇതിലുണ്ട്. അതായത് നമുക്കിപ്പം ഇതിൻ്റെ പേരിൽ വെച്ചാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് അവരായിരിക്കത്തില്ല. അതെ, ചിലപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയും, അല്ലെങ്കിൽ മദറിൻ്റെ ഫാമിലി എന്ന് പറയും, ഇന്ന സ്ഥലത്ത് ഡോക്ടറെ കൊണ്ട് കാണിക്കും. ഇപ്പോൾ ഇവർക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് ആ കുട്ടിയുടെ പേരൻസാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ സിംഗിൾ പേരൻസ് ഒത്തിരി പേരുണ്ട്. അതായത് ഇതിൻ്റെ പേരിൽ ഡൈവേഴ്സ് ചെയ്ത് പോകുന്ന ആളുകൾ എനിക്കറിയാം. ഒരു വീട്ടിൽ എനിക്കറിയാവുന്ന ഒരു പേരൻ, അവർ അയർലൻഡിലാണ്, അവർക്ക് 3 കുട്ടികളാണ്, 3 കുട്ടികൾക്ക് ഓട്ടിസമാണ്. അവരുടെ ഹസ്ബൻഡും വൈഫും
ഓൾട്ടർനേറ്റ് ഡേയ്സാണ് ജോലിക്ക് പോകുന്നത്. ഓക്കെ. അപ്പം അത്രയ്ക്ക് അഫക്റ്റഡ് ഫാമിലീസ് നമുക്കുണ്ട്. അപ്പം ഇത് പേരൻറ്റ് അക്സെപ്റ്റ് ചെയ്താൽ 50% പ്രോബ്ലം തീർന്നു. അക്സെപ്റ്റ് ചെയ്യുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചില പേരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത് 2, 3, 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവർ ആദ്യം വരുമ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അവരാദ്യം വന്നു, ഒന്ന് കണ്ടു നോക്കി, ഓ ഇത് തന്നെയാണോ ഇതിൻ്റെ ചികിത്സ, ഇത് തന്നെയാണോ ഇതിൻ്റെ ഭാഗം എന്ന് വെച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ 2-3 സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ നമുക്കത് അവരുടെ ചോയ്സാണ്. നമുക്ക് അവരെ അവരുടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തും അവർ ചിലവാക്കാനായിരുന്നു. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അതായത് ഓൾട്ടർനേറ്റീവായിട്ടുള്ള പല മെത്തേഡ്സ് പറഞ്ഞിട്ട് ഇതിനെ ക്യൂർ ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് പോകുന്ന, ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റെം സെൽ തെറപ്പി. സ്റ്റെം സെൽ തെറപ്പി ഒത്തിരി അസുഖങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഓട്ടിസത്തിന് സ്റ്റെം സെൽ തെറപ്പി ബാൻഡാണ്. ഈ ഇടയ്ക്ക് സുപ്രീം കോടതി വരെ അതിന് റൂളിംഗ് കൊണ്ടുവന്നു. ബോംബെയിൽ ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇത് ക്യൂർ ചെയ്തെടുക്കാം, ഭയങ്കര എക്സ്പെൻസീവ് അതിൻ്റെ കോസ്റ്റ്, പക്ഷേ അത് ചെയ്യാൻ പാടില്ലാത്തൊരു ചികിത്സയാണ്. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അറിയാമല്ലോ, നമ്മുടെ ഇവിടെ ഈ ചിട്ടി കമ്പനികളും പല ഫൈനാൻസ് സ്ഥാപനങ്ങളൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ആൾക്കാർ വരുന്നു, ഇത്രയും പേര് ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആളുകൾ ഇത് പുറത്ത് പറയത്തില്ല. കാരണം ഈ ഒരു അവസ്ഥയെ പുറത്ത് പറഞ്ഞാൽ നാണക്കേടാണ്. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ പോകാതെ നമ്മളിത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊരു ന്യൂറോ ഡൈവേർജൻറ്റ് അല്ലെങ്കിൽ ന്യൂറോ അഫർമിങ് പ്രാക്ടീസ് തുടങ്ങി. അതായത് ഇവർക്ക് വേണ്ടി നമ്മൾ മാറണം. അപ്പോൾ പ്രത്യേകിച്ച് ഓട്ടിസം ഡേക്കൊക്കെ ആണെങ്കിൽ ലുലുമാളിലൊക്കെ പ്രത്യേകിച്ച് അവയർനെസ്, കളർ ബ്ലൂ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അവർ അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ, ബാംഗ്ലൂർ എയർപോർട്ടിൽ തന്നെ നമുക്കൊരു ലോഞ്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഈ കുട്ടികളെ. ഞാൻ ബാംഗ്ലൂർ മാത്രമല്ല പല എയർപോർട്ടുകളിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സിയാറിൽ ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്യൂ നിൽക്കുമ്പം, ഇപ്പോൾ ഇമിഗ്രേഷൻ നിൽക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ബോർഡിംഗ് എടുക്കാൻ നിൽക്കുമ്പോൾ ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പേരൻസ് പോയി പറയത്തില്ല. ഞാനൊരു പ്രാവശ്യം ദുബായിക്ക് പോയപ്പോഴത്തേക്കും ഒരു പേരൻറ്റ് നിൽക്കുക, എനിക്ക് മനസ്സിലായി ഈ കുട്ടി കോട്ടസാണ്. ഞാൻ അവരോട് പറഞ്ഞു, അവർ ചെയ്യുന്നില്ല. ഞാൻ ആ CSF ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഇവരെ പെട്ടെന്ന് കയറ്റി വിടുന്നു. അപ്പോഴവർ കയറ്റി വിട്ടു. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി പറയാതെ ഒരാളും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ വന്നില്ല. കാരണം ഇതൊരു ഫിസിക്കൽ ഡിസബിലിറ്റി, ഒരു വീൽ ചെയറിലൊരു കുട്ടി വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് അങ്ങനെ നമുക്ക് ഫിസിക്കലി ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഓട്ടിസം ശരിക്കും ഇതൊരു ജനിതക രോഗത്തിന്റെ ഭാഗമാണ്. ഇതിനകത്ത് ജെനറ്റിക്സ് ഇൻവോൾവ് ആണ്. പക്ഷേ ഇത് നമുക്കൊരു ഇന്ന ജീൻ കൊണ്ട്, അതായത് ഡൗൺ സിൻഡ്രോം കേട്ടിട്ടുണ്ടാവുമല്ലോ, നമുക്കൊരു ഫേസ് നമ്മുടെ അതുപോലല്ല, അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ജീൻ്റെ SMA എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. ഇതിന്റെ കാരണം ഇന്നുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതായത് ഓട്ടിസത്തിന്റെ എക്സാക്ട് റീസൺ കണ്ടുപിടിച്ചാൽ അതിന് ക്യൂർ ഉണ്ടല്ലോ. നമ്മൾ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് അതായത് കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള പലവിധ ടെസ്റ്റുകൾ ഇപ്പം നടത്താറുണ്ടല്ലോ. അതിൽ പല ബ്ലഡ് ടെസ്റ്റുകൾ വരെ നടത്താറുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകളിൽ കുട്ടി ഓട്ടിസ്റ്റിക് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ പറ്റത്തില്ല. അതായത് നമുക്കിതൊരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ജനറ്റിക് പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റുന്നു. ജനറ്റിക് കുറെ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഇന്ന ജീനിൽ ഇന്ന മ്യൂട്ടേഷൻ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് സ്കാറ്റേഡ് ആണ്. പല സ്ഥലങ്ങളിൽ ഇതിന് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇതൊരു എന്താ പറയുക, നമുക്കൊരു ഇതിൻ്റെ റീസൺ പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന പാരൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ലൈഫ് സ്റ്റൈല്, നമ്മുടെ എൻവയറമെൻ്റൽ പൊല്യൂഷന്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ്, പിന്നെ ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന കാരണം കൊണ്ടാണെന്ന് തെളിയിച്ചിട്ടില്ല. അതിനൊരു പ്രോപ്പർ ഇത് വന്നിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഡിസീസായിട്ട് മാറും. അതായത് അതിന് കാരണം കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന പ്രഗ്നൻസി സമയത്ത് ഇന്ന സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഓട്ടിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോഴും ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോഴും കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഒത്തിരി റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ ഈ സെൻസറി പ്രോസസ്സിങ് ഡിസോർഡർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൾട്ടിപ്പിൾ സെൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സെൻസസിൽ നമുക്ക് ചിലർക്ക് ഭയങ്കര ഹൈപ്പർ റെസ്പോൺസീവ് ആയിരിക്കും, ചിലരത് ക്രേവ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ചില കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് കൈ കൊണ്ട് തുടത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഫേസിലായി കഴിഞ്ഞാൽ അപ്പോഴേ അവർക്ക് തുടയ്ക്കണം, ദേഷ്യം വരും അവർക്ക്, അല്ലേ? ചില കുട്ടികൾ ബ്രഷ് ചെയ്യാൻ കോപ്പറേറ്റ് ചെയ്യത്തില്ല, മുടി വെട്ടാൻ കോപ്പറേറ്റ് ചെയ്യത്തില്ല. ചില കുട്ടികൾക്ക് നമ്മുടെ ഷർട്ടിൻ്റെ പുറകിലുള്ള ടാഗ്, ചില ടെക്സ്റ്റർ ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് എപ്പോഴും ഓടിക്കൊണ്ട് നടക്കണം, അടങ്ങിയിരിക്കത്തേ ഇല്ല. ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു വീഗലാൻഡ് പോലെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുമ്പോൾ ജയൻറ്റ് വീൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ 4 പേര് കയറാൻ നിൽക്കാൻ വിചാരിക്കുക. ഈ 4 പേരിൽ ഒരാൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കയറുകയാണ്, ഒരാൾക്ക് കയറണം താല്പര്യമുണ്ട്, പക്ഷേ എന്നാന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. വേറെ ആൾ കയറാൻ നിൽക്കുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഒരാളത് കണ്ടപ്പോഴേ തന്നെ എസ്കേപ്പായി, കാരണം അവന് പേടി അത് കാണുമ്പം മൂവ്മെൻറ്റിനോട്. അപ്പം ഈ 3 പേര് കയറി വിചാരിക്കുക, ഒരാൾ ഓൾറെഡി എസ്കേപ്പായി പോയി. 3 പേരിൽ അവർ ഇറങ്ങിക്കഴിയുമ്പം ഒരാളുടെ റിയാക്ഷൻ എന്താ വെച്ചാൽ അവർക്ക് പിന്നെയും കയറണം തോന്നുക. അടുത്ത ആളുടെ റിയാക്ഷൻ എന്ന് വെച്ചാൽ വൊമിറ്റ് ചെയ്ത് അയാൾ ഭയങ്കര ബുദ്ധിമുട്ടി പുറത്തിറങ്ങി ഇനി കയറാൻ പോകുന്നില്ല. അടുത്ത ആൾക്ക് എനിക്കൊന്നും തോന്നിയില്ല, അതായത് അവനത് സെൻസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ സെൻസസ് നടക്കുന്ന പ്രധാനമായ മാറ്റങ്ങൾ, നമ്മുടെ ബ്രെയിനിലുള്ള ചേഞ്ചസ് ആണത്. അതായത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ടച്ച് സെൻസ്. ചില കുട്ടികൾക്ക് മെസ്സി പ്ലേ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് തൊടുന്നതിന് ഇഷ്ടമല്ല. അപ്പം ഈ 2 രീതിയിലാണ് നമ്മൾ കുട്ടികളിൽ ചെറുപ്പത്തിലെ സെൻസറി ഇഷ്യൂസ് കാണുന്നത്. ഈ സെൻസറി ഇഷ്യൂസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുട്ടികളുടെ ഈ ഓട്ടിസത്തിൻ്റെ ഒരു സിംറ്റമാണിത്. സെൻസറി പ്രോസസ്സിങ് ഇഷ്യൂസ്. ഈ സംസാരത്തിൻ്റെയും സോഷ്യലൈസേഷൻ്റെയും കൂടെ തന്നെ ഈ സെൻസറി ആയിട്ടുള്ള പ്രോബ്ലംസ് കണ്ടു തുടങ്ങും. അപ്പോൾ അതിനെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓക്യുപ്പേഷൻ തെറപ്പിയിൽ ഒത്തിരി ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. ഈ ഓട്ടിസം എന്ന് പറയുന്നതും ഈ ADHD എന്നൊക്കെ പറയുന്നതും സെയിം ആണോ? കാരണം ഇപ്പോൾ ഈ പല ആൾക്കാരും എനിക്ക് ADHD ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടായിരുന്നു. എന്താണ് ADHD? ഈസ് ഇറ്റ് സിമിലർ ടു ഓട്ടിസം? ഈ ഇടയ്ക്ക് നമുക്ക് ഇപ്പോൾ 2 പേരാണ്, നമ്മുടെ 2 സെലിബ്രിറ്റീസ് ഇടയ്ക്ക് പബ്ലിക്കലി വന്ന് പറഞ്ഞു. അതെ, ഒന്ന് നമ്മുടെ സിംഗർ ജോത്സ്ന, പുള്ളിക്കാരി പറഞ്ഞു ഹൈ മാസ്കിംഗ് ഓട്ടിസം. പുള്ളിക്കാരിക്ക് ലേറ്റർ ഏജിൽ 40 years ഹൈ മാസ്കിംഗ് ഓട്ടിസം ഡയഗ്നോസ് ചെയ്തു. അതൊരു കണ്ടീഷനാണ്. ഹൈ മാസ്കിംഗ് ഓട്ടിസം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള അവസ്ഥകൾ അവർ സപ്രസ് ചെയ്ത് വെക്കും. അപ്പോൾ അവരിത് പേരൻസ് ആണെങ്കിലും കുട്ടികളെല്ലാം സപ്രസ് ചെയ്തിരുന്നിട്ട് അവർക്ക് അതുമൂലം ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരതെല്ലാം മാനേജ് ചെയ്ത് പോകും. പക്ഷേ അവരുടെ ഡെയിലി ഫങ്ഷനെ വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അവർക്ക് ലേറ്റർ സ്റ്റേജിലാണ് തോന്നുന്നത് ഈ ഇങ്ങനെയുള്ള അപ്പോൾ അത് അഡൽട്ട് ഏജിൽ വരുമ്പം ചില ആളുകൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ജോസിനായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ പുള്ളിക്കാരി അത് പബ്ലിക്കായിട്ട് അതിൻ്റെ ടെഡ് ടോക്കിൽ പറഞ്ഞാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫഗത് ഫാസിൽ, അദ്ദേഹം പറഞ്ഞു ADHD ആണെന്ന് പറഞ്ഞു. അപ്പോൾ ADHDയും ഓട്ടിസവും, അതായത് ചില കുട്ടികളിൽ ഓട്ടിസം വിത്ത് ADHD സിംറ്റംസ് ഉണ്ടാവും. പക്ഷേ ADHD സെപ്പറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ആണ്. അപ്പോൾ ADHD എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡറും ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത് ഇവരിൽ ഇൻഅറ്റൻഷൻ, ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത ഒന്നാണ് ഇമ്പൾസിവിറ്റി. ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കുറവ്, അല്ലെങ്കിൽ എടുത്ത് ചാടി സംസാരിക്കുക. ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ടീച്ചർ ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറയുക, അത് നമ്മുടെ അഡൽട്ടുണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസാണ് ഈ ADHD കാണുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, 10 സെക്കൻഡ് പോലും ഇരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. അപ്പോൾ ഇതാണ്. പക്ഷേ അവർക്ക് സംസാരിക്കാനോ മിങ്കിൾ ചെയ്യാനോ ഒന്നും പ്രോബ്ലം കാണത്തില്ല. അതാണ് ADHDയുടെ പ്രത്യേകത. പക്ഷേ ഇത് നമുക്കൊരു ദിവസം ഒരു കുട്ടിയെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൻ അടങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ അവൻ ADHD ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും ആ ഒരു സിംറ്റം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് അവനെ ADHD എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു 5 വയസ്സൊക്കെ ആകുമ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 വയസ്സിലൊന്നും നമുക്ക് ADHD ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ADHDയും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുമോ? അതായത് ADHDയുടെ ഒരു സിംറ്റമാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഡൗൺ സിൻഡ്രോം വേറെ കണ്ടീഷനാണത്. അതിൽ അവർക്ക് നമുക്ക് ക്രോമസോം ചേഞ്ചസ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറ്റിക് കണ്ടീഷനാണ്, 21 ക്രോമസോം. അപ്പോൾ അതിൽ അവർക്ക് ഫേസിൽ അവർക്ക് ചേഞ്ചസ് ഉണ്ടാവും. അവരുടെ മസിൽസൊക്കെ വീക്കായിരിക്കും. പിന്നെ അവരുടെ കൈയുടെ മസിൽസൊക്കെ ഭയങ്കര വീക്കായിരിക്കും. ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, നമുക്ക് വിസിബിളി കാണാൻ പറ്റും. പിന്നെ ചില ആളുകൾക്ക് അതിൽ അവർക്ക് ഹാർട്ടിൽ ഡിഫിക്കൽറ്റി ഉണ്ടാവും. അതായത് ഹാർട്ടിൽ ചില വാൽവിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അതൊക്കെ അങ്ങനെയാണ് ഈ ഇത് വരുന്നത്. പക്ഷേ അത് പിന്നെ അവർക്ക് വേറെ പ്രധാനമായിട്ടുള്ളത് അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള ചില കുട്ടികൾക്ക് ഉണ്ടാവും. അതാണ് ഡൗൺ സിൻഡ്രോമിലുള്ളൊരു പ്രത്യേകത. പക്ഷേ ഓട്ടിസം, ADHD, ഡൗൺ സിൻഡ്രോം 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഓട്ടിസം ഉള്ള ഒരാൾക്ക് ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ചില കുട്ടികളുണ്ട് നിർബന്ധമില്ല. ആസ്പെർജേഴ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അപ്പോൾ അതിൽ ചില കുട്ടികൾക്ക് ഇങ്ങനെ മസിൽ വീക്ക്നെസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അതിപ്പോൾ അങ്ങനെ ഒരു ഡയഗ്നോസിസ് ചെയ്യുന്നില്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഓട്ടിസം എന്നുള്ളൊരവസ്ഥ നമ്മൾ ഈയിടെയായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഡയഗ്നോസിസ് ബെറ്റർ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ ഡിസ്കവർ ചെയ്യുന്നതാണോ, അതോ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് വരുന്നതാണോ? രണ്ടും ഉണ്ട് ആക്ച്വലി. അതായത് ഇപ്പോൾ നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി, നമുക്ക് അവയർനെസ് കൂടി, പ്രൊഫഷണൽസിൻ്റെ എണ്ണം കൂടി, അതൊരു ഫാക്ടർ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മുടെ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ്,
അതൊക്കെ അതാണ് ഇപ്പോൾ ഓട്ടിസം നമ്പർ കൂടുതൽ. അപ്പം നമുക്ക് ഓട്ടിസം പണ്ടൊക്കെ 100-ലൊരു കുട്ടി അല്ലെങ്കിൽ 120 കുട്ടിയുള്ളപ്പോൾ ഒരു കുട്ടികളാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ CDC സെൻട്രൽ ഫോർ ഡിസീസ് കൺട്രോൾ US പറയുന്നത് അവിടെ 60 കുട്ടികളുള്ളൊരു കുട്ടിക്കുണ്ടാകുന്ന പറയുന്നത്. അതിങ്ങനെ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ അത് തന്നെ. പക്ഷേ നമുക്കെപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഒരിക്കലും റിലയബിൾ ആകാൻ പറ്റത്തില്ല. അതിന് പ്രധാന കാരണം പറഞ്ഞാൽ ഈ ഓട്ടിസം എന്നുള്ളൊരു അവസ്ഥ ഡയഗ്നോസ് ചെയ്ത് ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിൽ പോയെങ്കിലേ ഉള്ളൂ നമുക്ക് ഡിസബിലിറ്റിയുടെ നമ്പർ കിട്ടത്തുള്ളൂ. അങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ ഡിസബിൾഡ് ആയിട്ട് കാണുന്നുണ്ടോ? ഉണ്ട്. ഓട്ടിസം ഡിസബിലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടിസം ലേൺ ഡിസബിലിറ്റി ആഡ് ചെയ്തു. അതായത് നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് അവന് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒരു പീഡിയാട്രിഷ്യൻ, നമ്മുടെ മെഡിക്കൽ ബോർഡുണ്ട്, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പഠനപരമായിട്ട് ഒത്തിരി എക്സെപ്ഷൻസ് കിട്ടുന്നുണ്ട്. പേരൻസിനാണെങ്കിലും കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാണ് നമ്മുടെ ഗവൺമെൻറ് തന്നെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു എക്കണോമിക്കലി ഇച്ചിരി ഒരു ഹൈ ആയിട്ടിരിക്കുന്ന ആളുകളൊന്നും പോയിട്ട് പെട്ടെന്ന് പോയി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഇവനെ പോയി ഡയഗ്നോസ് ചെയ്ത് ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തയ്യാറാകത്തില്ല. അപ്പോൾ അവർക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കഴിഞ്ഞും കൂടുതലായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ നമ്പർ കൂടാനുള്ള കാരണം നമ്മുടെ ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ്, പ്രൊഫഷണൽസിൻ്റെ എണ്ണം കൂടുതൽ, നമ്മുടെ ടെക്നോളജി, നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഇത് കൂടിയപ്പോൾ ആളുകൾ കൂടുതൽ വന്നു തുടങ്ങി. അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ നമ്മുടെ നാട്ടിൽ ഈ വാക്സിൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇപ്പം പറഞ്ഞ പോലെ നിർബന്ധിതമായിട്ട് എടുക്കുന്ന വാക്സിനുകളുണ്ട്, ഓപ്ഷണൽ വാക്സിൻസ് ഉണ്ട് അല്ലേ? ഒരു കുട്ടിക്ക് ബൈ ബർത്ത് മുതൽ ഒരു ബുക്ക് ജാതകമായിട്ട് ഒരു 8 വയസ്സ് വരെ നമ്മളത് കീപ്പ് ചെയ്യണമല്ലോ. ഇപ്പൊ സ്കൂളിൽ ചേർക്കുമ്പോൾ പോലും ആ ബുക്ക് കൊടുക്കണം. 8 വയസ്സല്ല, ഇപ്പൊ 10 വയസ്സ് വരെ വാക്സിൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ഉണ്ടായ സമയത്ത് ആ ബുക്ക് സ്കൂളിൽ ചേർക്കുമ്പോൾ പോലും ആ വാക്സിൻ്റെ ബുക്ക് ചോദിക്കുകയും അവരെല്ലാ വാക്സിൻസും എടുത്തു വന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല വാക്സിൻസ് ഉണ്ട്. പിന്നെ പൈസ ഉള്ള ആൾക്കാർ, അതെ, പൈസ ഇല്ലാത്തവർ എടുക്കാത്ത വാക്സിൻസ് ഇപ്പോഴും ഉണ്ട്. അതായത് പൈസ ഉള്ള ആൾക്കാർ ഓപ്ഷണൽ വാക്സിൻസ് എടുക്കുന്നതുണ്ട്. കാരണം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കാത്ത ഓപ്ഷണൽ വാക്സിൻസ് ഉണ്ട്. ചിലത് എക്സ്പെൻസീവാണ്. പൈസ ഇല്ലാത്തവരും അതെടുക്കും, കാരണം സ്വന്തം കുട്ടിയാണല്ലോ ഏറ്റവും വലിയ കാര്യം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും വാക്സിൻസ് എതിരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അനുഭവം വരുമ്പോൾ പഠിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ചില ആൾക്കാരെ ചിന്തിക്കുന്നൊരു കാര്യം കൂടിയാണ് ഈ വാക്സിനുകൾ ഓട്ടിസവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അത് അങ്ങനെ ചിന്തിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? വാക്സിനും ഓട്ടിസമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി നേരത്തെ ഒരു MMR വാക്സിൻ എടുക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ റിസർച്ചൊക്കെ വന്നു. അതെല്ലാം ഒരു ഫേക്കാണ് നമുക്ക് പിന്നീട് മനസ്സിലായി. അതായത് ഇന്ത്യയിലും അത് പല രാജ്യത്തിൻ്റെ അവരുടെ പോളിസി ഡിഫറൻ്റ് ആണ്. ഇപ്പം നമ്മളിപ്പം CDC സെൻട്രൽ ഫോർ ഡിസീസ് കൺട്രോൾ US എടുക്കുകയാണെങ്കിൽ അവരുടെ വാക്സിനേഷൻ പോളിസി ഡിഫറൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് അവരാണ് അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ നൽകിയത്. അപ്പം നമുക്ക് പല വാക്സിനുകളുണ്ടെങ്കിലും ചില വാക്സിൻ ഇപ്പോഴും ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഫ്ലൂ വാക്സിനൊക്കെ ഓപ്ഷനാണ്, നമുക്ക് എടുക്കണം നിർബന്ധമില്ല. പക്ഷേ ചില വാക്സിനുകൾ നിർബന്ധമായിട്ടും എടുക്കണം. ഇപ്പോൾ ഈ വാക്സിനുകൾ എടുക്കുന്നത് കൊണ്ട് ഓട്ടിസമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ ചില വാക്സിൻ എടുക്കുമ്പോൾ കുട്ടികൾക്ക് പനി ഉണ്ടാവും, അറിയാമല്ലോ. അപ്പോൾ ഡോക്ടർ തന്നെ പറയും പനി ഉണ്ടെങ്കിൽ നിങ്ങളൊരു പാരസെറ്റമോൾ കൊടുത്തേക്കുക. ആ ഡോസേജ് കുട്ടിയുടെ പറഞ്ഞു കൊടുക്കും. ആ പേരൻ്റ് വീട്ടിൽ ചെല്ലുമ്പോൾ കൊടുക്കും. കാരണം ആ വാക്സിനും പനിയായിട്ട് ചെറിയ ബന്ധമുണ്ട്. കാരണം അത് അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചില കുട്ടികളിൽ പേരൻ്റ് കണക്ട് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് അവൻ ആ വാക്സിൻ എടുത്തപ്പോൾ ഒരു പനി വന്നു, അതിന് ശേഷമാണ് അവൻ ഡള്ളായത് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ സംസാരം പുറകോട്ട് പോയി, അല്ലെങ്കിൽ അവന് അതിനുശേഷം അങ്ങനെ. പക്ഷേ അങ്ങനെ ഒരു സ്റ്റഡി ഇല്ല. കുറേ പറഞ്ഞു MMR വാക്സിൻ കൊണ്ട് അതൊക്കെ ഡിസ്പ്രൂവ് ചെയ്തു ഓൾറെഡി. MMR വാക്സിനൊക്കെ വളരെ മാൻഡേറ്ററി ആണ്, അതൊന്നും എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ പേരൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതും ഓട്ടിസമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതാണ് എൻ്റെ സത്യം. അതായത് നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി അമേരിക്കയിലേക്ക് പോകുന്ന US പോകുന്നവർക്ക് ഈ വാക്സിൻ്റെ ബുക്ക് നിർബന്ധമാണ്. അത് ആ കുട്ടി 15 വയസ്സോ 16 വയസ്സ് ചെന്നാലും ഈ വാക്സിൻ്റെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയോ, നമ്മളവിടെ ആ വാക്സിൻ എടുക്കാൻ പറയും അവർ. ഇപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ ഇതൊക്കെ മാൻഡേറ്ററി ആണ്. അപ്പം ഈ വാക്സിൻ്റെ ഈ ബുക്ക് നമുക്ക് ചിക്കൻ ബോക്സിന്റെ വാക്സിൻ ഇവിടെ ഓപ്ഷനിലാണ്. പക്ഷെ അത് ചിക്കൻ ബോക്സ് എടുക്കുന്നവരുണ്ട്, ഓപ്ഷനിലാണ്. പക്ഷെ അങ്ങനെ എടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പായി. പക്ഷേ US പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അപ്പോഴേ അവർ എടുക്കാൻ പറയും. അതാണ് എൻ്റെ വാക്സിൻ എടുത്തവരിൽ പോലും ചില അസുഖങ്ങൾ വീണ്ടും വരുന്നുണ്ട്. പറഞ്ഞ പോലെ വാക്സിൻ എടുത്താലും ചിലപ്പോൾ ടൈം ലൈൻ ഉണ്ടല്ലോ, 100% ബൂസ്റ്റർ ഡോസ് എടുക്കണം, നമ്മൾ ചിലപ്പോൾ അത് വിട്ടുപോകും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്.
അപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഓട്ടിസം എന്നുള്ളത് നമുക്ക് ജനിക്കുന്നതിന് മുമ്പേ ഡിറ്റക്റ്റ് ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതെ, നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് പൂർണ്ണമായിട്ടും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഓട്ടിസം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഓട്ടിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കുട്ടിക്കുണ്ട് എന്നുള്ളൊരു കണ്ടുപിടിച്ചു. ആ ഒരു സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിനെ അതിജീവിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അതുമായിട്ട് ജീവിക്കുക എന്നുള്ളത് പറ്റുള്ളൂ. ഇപ്പം വൺസ് ഡയബറ്റിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന പോലെ അതിനെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം സുഗമമാക്കാൻ സഹായിക്കുന്ന ആളുകളിൽ ഒന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ ആയിട്ടുള്ള ആളുകൾ. എന്താണ് നിങ്ങളുടെ പ്രൈമറി റോൾസ്? അതാ ഞാൻ പറഞ്ഞ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുടെ ഒക്യുപ്പേഷൻ ബേസിക്കലി അവർ സോഷ്യലൈസേഷൻ, കളികൾ, മറ്റു കുട്ടികളോട് ചേർന്ന് കളിക്കുക, അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ്, രാവിലെ എഴുന്നേൽക്കുക, ബ്രഷ് ചെയ്യുക, ഡ്രസ്സ് ചെയ്യുക, ടോയ്ലറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ അക്കാഡമിക് ആക്ടിവിറ്റീസ് ചെയ്യുക, ഇതെല്ലാം അവൻ്റെ ഡെയിലി ഒക്യുപ്പേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് മിങ്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന അവൻ്റെ പ്ലേ സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യും. അവൻ്റെ കളികൾ ഏജ് അപ്രോപ്രിയേറ്റ് ആണോ? ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടി ചിലപ്പം കളിക്കുന്നത് 6 മാസം 1 വർഷം ലെവലിലുള്ള കളികളായിരിക്കും ഏർപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുമ്പം എത്ര മാസം ലെവലിലാണ് അവനായിരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് അവൻ്റെ കളികളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. പിന്നീട് അവൻ്റെ ഐ ഹാൻഡ് കോർഡിനേഷൻ, പിന്നെ അവൻ്റെ അറ്റൻഷൻ, ഐ കോണ്ടാക്റ്റ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഒരു പസിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കളർ ചെയ്യാനായിട്ട് ഒരു സർക്കിൾ വരച്ചാൽ അതിനകത്ത് തന്നെ കളർ ചെയ്യണമെങ്കിൽ അറ്റൻഷനും കോൺസെൻട്രേഷനും ഐ ഹാൻഡ് കോർഡിനേഷനും വേണം. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കും. അതോടൊപ്പം തന്നെ അവൻ്റെ ഡ്രസ്സിങ്, അതായത് അവൻ്റെ ഇപ്പോൾ ടോയ്ലറ്റിൽ പോകുന്നതായിരിക്കാം, ചില കുട്ടികൾ നനഞ്ഞു കിടക്കുന്ന ബാത്റൂമിലേക്ക് കാല് ചവിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സെൻസറി പ്രൊഫൈൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെൻസസ്, നമ്മുടെ മൾട്ടിപ്പിൾ സെൻസസിൽ എവിടെയാണ് കൂടുതലായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ആ സെൻസറി പ്രൊഫൈൽ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് പേരൻ്റാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പേരൻറ്റിനോട് നമ്മൾ അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കും, മനസ്സിലാവും. ഈ കുട്ടിക്ക് സൗണ്ടിനോട്, ഇപ്പോൾ കുക്കറിൻ്റെ സൗണ്ട് ഇതായിരിക്കും, അല്ലെങ്കിൽ മിക്സി ഓൺ ചെയ്താൽ കുട്ടിക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ചില ടൈപ്പ് ഫുഡ് കഴിക്കുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വഴി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ പോകാനായിട്ട് അവൻ്റെ എന്താണ് ഡിഫിക്കൽറ്റി. ഇപ്പോൾ നമുക്ക് നേരത്തെ ഒരു പേരൻറ്റ് വന്നിട്ട് പറഞ്ഞു ആ കുട്ടി എന്ത് ചെയ്താൽ ടോയ്ലറ്റിനകത്തേക്ക് കയറത്തില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു വന്നപ്പോൾ എന്താ വെച്ചാൽ അമ്മ എപ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പം ഈ ടാപ്പ് ഓപ്പൺ ചെയ്യും. ടാപ്പ് ഓപ്പൺ ചെയ്ത് ബക്കറ്റിലേക്ക് വീഴുമ്പം ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ സൗണ്ട് കേട്ടപ്പോഴേ അവൻ ചെവി അടയ്ക്കുക, അവന് പേടിയാകാറായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ടാപ്പിലൊരു ചെറിയ ഫിൽറ്റർ പോലെ ഇടുക. മോഡിഫൈ ചെയ്തപ്പം ആ പ്രശ്നം തീർന്നു. ടോയ്ലറ്റ് സീറ്റ്, ആ സീറ്റിൽ നനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവൻ ഇരിക്കത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞൊരു ഡിഫറെൻറ്റ് ടെക്സ്ചർ വെക്കാൻ പറഞ്ഞു. ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് മോഡിഫൈ കൊടുക്കാൻ പറഞ്ഞു. കാരണം ഇവന് പേടിയാണ്. കാരണം ഒരു ടോയ്ലറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ 18 ഇഞ്ച് ഉണ്ട് വലിയവരുടെ. അപ്പോൾ മുതിർന്നവർ ടോയ്ലറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവന് കാല് സ്റ്റേബിളല്ല. അപ്പോൾ എന്താ പറയുക, ചെറിയ ഫുഡ് സ്റ്റൂൾ ഇട്ട് മോഡിഫൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ ബാത്റൂമിനെ മോഡിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസുകൾ മാറ്റുമ്പോൾ തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ മാറി. പിന്നീട് മൂവ്മെൻറ്റിനോട് ചില കുട്ടികൾ ഊഞ്ഞാല കയറാൻ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ അവനെപ്പോഴും ഹൈറ്റുള്ള ഇതിൽ കയറി നിൽക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിങ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുത്ത് അവൻ്റെ പേടിയെ മാറ്റിയിട്ട് അവൻ്റെ അറ്റൻഷൻ കൂട്ടുക, അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിൽ അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, പാർക്കിൽ പോയി കളിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുക, മറ്റു കുട്ടികളോട് ചേർന്ന് കളിക്കാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, അവൻ്റെ കോൺഫിഡൻസിനെ കൂട്ടും. അപ്പോൾ അങ്ങനെ അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ അവൻ്റെ ഫങ്ഷണൽ പാർട്ടിസിപ്പേഷൻ, അതായത് അവൻ്റെ ചില പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവൻ്റെ ഒക്യുപ്പേഷനിൽ ഒരു ഫങ്ഷണൽ പ്രോബ്ലം വരുമ്പോൾ അതിനെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ അവനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവനെ മെയിൻ സ്ട്രീം ചെയ്ത് അവനെ റെഗുലർ സ്കൂളിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ കുട്ടീനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ കുട്ടി എപ്പോഴും ഡേ ഡ്രീമിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ സൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അവനെന്തെങ്കിലും ഒരു ഇയർ അവന് കവർ ചെയ്യാനുള്ള എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ ടെക്സ്ചർ ഇഷ്ടപ്പെടുന്നില്ല, യൂണിഫോമിൻ്റെ സോക്സിൻ്റെ ടെക്സ്ചർ ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ അത് മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ചില കുട്ടികൾ അവൻ്റെ ക്ലാസ് റൂമിൽ അവനെ അലർട്ട്നെസ് കൂട്ടാൻ വേണ്ടി അവനെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുക, ഇടയ്ക്ക് അവനെ പുറത്ത് കൊണ്ടുപോയി അവനെ ഒന്ന് കളിപ്പിക്കാൻ കൊണ്ടുപോകുക, അവനൊരു ഊഞ്ഞാൽ ആക്ടിവിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അവന് ബോർഡ് റബ്ബ് ചെയ്യാനൊരു ആക്ടിവിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോയി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ അവനെ മിങ്കിൾ ചെയ്യിപ്പിച്ചുകൊണ്ട് മറ്റു കുട്ടികളെ
ചെയ്യിക്കുന്ന പോലെ അല്ലാണ്ട് കുറച്ചുകൂടി സ്പെഷ്യൽ കെയർ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത് ഓക്യുപേഷൻ തെറപ്പിസ്റ്റാണ്. ഓക്കെ, എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തെ പറ്റി പറഞ്ഞു. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്? അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനമായിട്ടുള്ള എന്ന് വെച്ചാൽ ഇവരുടെ IQ നോർമലായിരിക്കും. ഇവർക്ക് IQയിൽ ഒരു പ്രോബ്ലം കാണത്തില്ല, എബോവ് ആവറേജ് ആയിരിക്കണം. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിസ്ലെക്സിയ എന്ന് പറയും, അടുത്തത് ഡിസ്ഗ്രാഫിയ എന്ന് പറയും, പിന്നെ അടുത്ത് പറയുന്നത് ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്തമാറ്റിക്സിൽ മാത്രം അവർക്ക് പ്രോബ്ലം ഉള്ളൂ, വേറെ ഒന്നിലും പ്രോബ്ലം കാണത്തില്ല. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതാനാണ് അവർക്ക് ബുദ്ധിമുട്ട്, അവരെഴുതി കഴിഞ്ഞാൽ അവർക്ക് പോലും വായിക്കാൻ പറ്റത്തില്ല, അതാണ് ഡിസ്ഗ്രാഫിയ. പിന്നെ ഡിസ്ലെക്സിയ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും റീഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പോൾ ഇതാണ് ഈ ലേണിംഗ് ഡിഫിക്കൽറ്റിയുടെ 3 ടൈപ്പ്. ഇത് നമുക്കൊരു 6-7 വയസ്സിലേ ഉള്ളൂ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 വയസ്സ് 4 വയസ്സ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോഴാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ IQ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ IQ ടെസ്റ്റ് ചെയ്യുമ്പം ഈ കുട്ടികൾ അവൻ്റെ IQ നോർമലാണെന്ന് അറിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ലേണിംഗ് ഡിഫിക്കൽറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ആണോ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കരിക്കുലം, അതായത് ഇപ്പം നമ്മളൊരു CBSE ഞാൻ പറഞ്ഞ ഒരു 35 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ പഠിക്കണമെന്നില്ല. അപ്പോൾ അവൻ്റെ സിലബസിനെ നമുക്കൊന്ന് അവന് ഒരു ഡിഫറെൻറ്റ് IEP പ്ലാൻ, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ കൊടുക്കണം. അപ്പോൾ അതൊരു ലേണിംഗ് ഡിസബിലിറ്റി തന്നെ അഡ്വാൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള BEd പഠിച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അടുക്ക പോവുകയാണെങ്കിൽ അവൻ്റെ അക്കാഡമിക്, റീഡിങ്, റൈറ്റിങ് ഇതെല്ലാം അവന് ഇൻഡിവിജ്വലായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്ത് അവൻ്റെ ടീച്ചിങ് മെത്തേഡ് ഒന്ന് റെഗുലർ ടീച്ചിങ്ങിനെ കഴിഞ്ഞ് മാറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അവന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ചില ഫൈൻ മോട്ടർ കോർഡിനേഷൻ, അതായത് അവരുടെ പേന പിടിക്കാനായിട്ട് അവരുടെ പോസ്റ്റർ, അവർ ചിലപ്പം ഒരു നേരെ ഇരുന്ന് എഴുതണം നിർബന്ധമില്ല. അപ്പം ചില കുട്ടികളിങ്ങനെ കമന്ന് കടന്നുകൊണ്ട് എഴുതും, കണ്ടിട്ടുണ്ടാവും അവർ. അപ്പം ചിലരിങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യത്തില്ല. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ബാക്ക് മസിൽസ് വീക്കായിരിക്കും. അപ്പോൾ അതിനുള്ള എക്സസൈസ് കൊടുക്കുന്ന ഓക്യുപേഷൻ തെറപ്പിസ്റ്റാണ്. അതുപോലെ അവരുടെ കൈയുടെ ചെറിയ മസിൽസ് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസ് ഉണ്ട്, ഫൈൻ മോട്ടർ കോർഡിനേഷൻ. പിന്നെ അവർക്ക് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്ത് എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ് അവർക്ക്. അതായത് അവരുടെ ഇപ്പോൾ ടീച്ചർ ബോർഡിൽ എഴുതി എല്ലാ കുട്ടികളും എഴുതി കഴിഞ്ഞ് ഇവൻ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ പറ്റുന്നത്, അവൻ്റെ ഒരു കോൺഫിഡൻസ് താഴെ പോകുന്നത്. അപ്പോൾ അതെന്താ വെച്ചാൽ അവൻ്റെ വിഷ്വൽ മോട്ടർ കോർഡിനേഷൻ എന്ന് പറയും, അതായത് അവിടെ നോക്കി ഇവിടെ എഴുതുമ്പോൾ മാറിപ്പോകും. അപ്പോൾ അതിനുള്ള എക്സസൈസസ് ഉണ്ട്, ഇത് നമുക്ക് ഓക്യുപേഷൻ തെറപ്പിയിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടീനെ നമുക്ക് റെഗുലർ സ്കൂളിൽ തന്നെ ചെയ്ത് ഇവനെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റി നമ്മുടെ ഡിസബിലിറ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓട്ടിസത്തിനോടൊപ്പം തന്നെ ഇവർക്കും 9th പഠിക്കുമ്പോൾ ഇവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതായത് ഇവർക്കൊരു മെഡിക്കൽ ബോർഡുണ്ട്, അതിൽ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒരു പീഡിയാട്രീഷ്യൻ്റെ നേതൃത്വത്തിൽ ഇരുന്നിട്ട് ഇവരുടെ ഇതെല്ലാം ഈ സിംറ്റംസ് എല്ലാം കണ്ടുപിടിച്ച ശേഷം ഇവർക്ക് ഡിസ്ഗ്രാഫിയ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൈബിനെ കൊടുക്കാം. ഇപ്പം 10th എഴുതുമ്പോൾ നമുക്ക് ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്ക് എക്സാം എഴുതുന്നത് വേറൊരു 9th പഠിച്ച ഒരു കുട്ടിയായിരിക്കും എഴുതുന്നത്, 10th പഠിച്ച് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, ഇവൻ എഴുതും. ഡിസ്ലെക്സിയ ആണെങ്കിൽ അവൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വേറെ ആൾ ഇൻ്റർപ്രറ്റർ ആയിട്ട് ഇരുന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ 10th കഴിഞ്ഞാൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ +1ഉം +2ഉം ഡിഗ്രിയും പഠിച്ച് IIT വരെ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രോബ്ലത്തിന്, ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റിയെ കണ്ടുപിടിക്കേണ്ട സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 9th പഠിക്കുമ്പോഴല്ല കണ്ടുപിടിക്കേണ്ടത്, ചെറുപ്പത്തിലാണ്. ഇവനെ ഒരു 6, 7, 8 വയസ്സാകുമ്പോൾ കണ്ടുപിടിക്കണം. ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളത് എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് പക്ഷേ നമ്മുടെ ഇവിടെ നടക്കുന്നത് 9th പഠിക്കുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഒരു ജില്ലയിൽ മിനിമം 3000 കുട്ടികളും ഇങ്ങനെ എക്സാം എഴുതുന്നുണ്ട്, SLC എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അവർ പാസ്സാവും. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി മാത്രം വന്ന് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ തന്നെ അവർക്ക് പാസ്സാകാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടക്കുന്ന അങ്ങനെയല്ല. ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഇവരുടെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് അല്ലേ? ഇൻവോൾവ് ആണ്. അപ്പോൾ അതായത് ഇവരുടെ റീഡിങ് ഡിഫിക്കൽറ്റി, ഇവരുടെ ഹാൻഡ് റൈറ്റിങ്, ഇവർ മിറർ റൈറ്റിങ്, വാക്ക് DC തിരിച്ചെഴുതുക, അതൊക്കെയാണോ ഇതിൻ്റെ റെഡ് ഫ്ലാഗ്സ്? അതെ, മിറർ റൈറ്റിങ്, ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാതെ വരിക, അപ്പോൾ 6 എന്നുള്ള തിരിച്ചെഴുതുക. അതോടൊപ്പം തന്നെ ഇവർ എഴുതി വരുമ്പോൾ ഇവർക്ക് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാത്തമാറ്റിക്സ് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ബാക്കി കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിരിക്കും ഇവർ. അവർ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, എല്ലാ ഇതിലും ഏർപ്പെടും. പക്ഷേ ഇവർക്ക് ഈ ഒരു ഡിഫിക്കൽറ്റി മാത്രമേ ഉള്ളൂ.
പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. നമ്മുടെ സ്കൂളുകളിൽ കോമൺ ആയിട്ട് നടക്കുന്ന ടെസ്റ്റുകൾ, പല്ലിൻ്റെ ടെസ്റ്റ് നടക്കാറുണ്ട്, പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റുകൾ, കണ്ണ് ഡോക്ടേഴ്സ് പോയി ചെയ്യാറുണ്ട്, പിന്നെന്താണ് പല്ല്, കണ്ണ്, അതാണ് യൂഷ്വലി സ്കൂളുകളിൽ നടക്കുന്നത്. അതെ. പിന്നെ കുറച്ച് കൗൺസിലിംഗ്, സെക്സ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ തന്നെയാണ് പണ്ട് പോലെ നടക്കുന്നത്. അത് ഞാൻ പഠിക്കുമ്പോഴൊക്കെ അതായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലുമോ എന്ന് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്, മറ്റേ കോച്ചിങ്, മറിച്ച കോച്ചിങ്, ഇഷ്ടം പോലെ കോച്ചിങ് അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും മറ്റും ഒന്നും നടക്കുന്നില്ല. ഇപ്പം ഈ പല കണ്ണാശുപത്രികളും ഹോസ്പിറ്റലുകളിൽ അവരൊക്കെ ഈ സ്കൂളുകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും സ്കൂളുകളിൽ പോയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മൾ പ്രയത്നയുടെ ഒരു CSR ഭാഗമായിട്ട് നമ്മൾ എറണാകുളത്ത് മാത്രമല്ല കുറേ സ്കൂളുകളിൽ നമ്മളൊരു ഏകദേശം 150 സ്കൂളുകളിൽ പോയിട്ട് നമ്മൾ പ്ലേ സ്കൂൾ മുതൽ നമ്മൾ ചെയ്തു തുടങ്ങി. ഇതൊരു സ്കൂളുകൾ വെൽക്കമിങ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹാഫ് ഡേ പ്രോഗ്രാമാണ്. ആദ്യം ടീച്ചേഴ്സിനാണ് കൊടുക്കുന്നത് നമ്മൾ ട്രെയിനിങ്. ടീച്ചേഴ്സ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എങ്ങനെയാണ് ക്ലാസ് റൂമിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോവിഡിന് മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തവർ ഇവിടെ വരുന്നു. കോവിഡിന് ശേഷം അത് കുറഞ്ഞു, കാരണം ആ സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോയില്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ഓട്ടിസത്തിൻ്റെ സിംറ്റം എങ്ങനെയാണ്, ADHD എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ്റെ സംസാരം പുറകോട്ടാണെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓട്ടിസോ ADHD ഒന്നുമല്ല, അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ചില വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റുന്നില്ല. അതായത് ഫോണോളജിക്കൽ അവയർനെസ് എന്ന് പറയും, അതായത് ഫോണറ്റിക്സ് അറിയാമല്ലോ. അപ്പോൾ ഈ ഫോണറ്റിക്സിൽ അവന് പറയാൻ മേല വരുന്നു കഴിഞ്ഞാൽ അവന് റീഡിങ്ങിലും പ്രോബ്ലം ഉണ്ടാവും. ഇതൊരു ചെറിയൊരു കറക്ഷൻ, അതായത് അവൻ്റെ വായിക്കകത്തുള്ള മസിൽസിൻ്റെയും ടങ് മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ പ്രോബ്ലം ആയിരിക്കും. അത് സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ കറക്റ്റ് ചെയ്യാൻ കാര്യമുള്ളൂ. ഇങ്ങനെയുള്ള സിംറ്റംസ് എങ്ങനെയാണ് കുട്ടികളിൽ കാണുന്നത് നമ്മൾ ഈ ടീച്ചേഴ്സിനെ നമ്മൾ സെൻസിറ്റൈസ് ചെയ്ത് അവർക്കൊരു അവയർനെസ് കൊടുത്ത ശേഷം എപ്പോഴാണ് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കുട്ടികളെ സ്കൂൾ ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ടീച്ചേഴ്സിനെ നമുക്ക് റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പേരൻസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അവയർനെസ് പ്രോഗ്രാം. എങ്ങനെയാണിത്? അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് പറയുന്നത് ഒരു പ്രധാന കാരണം എന്നറിയോ, അവർ പറഞ്ഞാൽ ടീച്ചേഴ്സ് പറഞ്ഞാൽ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണ്. കാരണം ഇതൊരു ഗുളിക രൂപത്തിലോ ഒരു സിറപ്പായിട്ട് കൊടുക്കുന്ന ഒരു വൺ ടൈം ട്രീറ്റ്മെൻ്റ് അല്ല. ഇതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് ഏർലി ആയിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ലയബിലിറ്റി ആയിട്ട് മാറും. മനസ്സിലായി. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇനി മറ്റൊരു വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത്. അതിപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ പോലും അല്ല, വേറെ പല ആൾക്കാർ സ്പീച്ച് തെറാപ്പിക്ക് പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. സോ സ്പീച്ച് തെറാപ്പിയും ഓട്ടിസവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇനി സ്പീച്ച് തെറാപ്പിക്ക് പോകുന്ന എല്ലാവർക്കും ഓട്ടിസം ഉള്ളവരാണോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്താണ് വാട്ട് ഈസ് സ്പീച്ച് തെറാപ്പി? സ്പീച്ച് തെറാപ്പി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ് അവർ പറയുന്നത്. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. അപ്പോൾ അതിൽ തന്നെ ഓഡിയോളജിയും കൂടെയുണ്ട്. അതായത് നമ്മുടെ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹിയറിംഗ് മെഷീൻസ് ഡിസ്പെൻസ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാറ്റഗറി അകത്തുണ്ട്. അപ്പോൾ സ്പീച്ച് പത്തോളജിസ്റ്റ് കൂടുതലായിട്ട് ചെയ്യുന്നത് അവർ കുട്ടികൾക്കും ഉണ്ട്, മുതിർന്നവർക്കും ഉണ്ട്. അപ്പോൾ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വോയിസ്, ഇപ്പം നമുക്ക് സിംഗേഴ്സ്, പൊളിറ്റീഷ്യൻസ്, അല്ലെങ്കിൽ ടീച്ചർമാർ, റേഡിയോ ജോക്കീസ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നവർക്ക് വോയിസ് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ അവർക്കും സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ വോയിസ് തെറപ്പി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നമുക്കിപ്പം അഡൽട്ടിലാണെങ്കിൽ ഇപ്പം ഒരു സൈഡ് പാരലൈസിസ് ആളുകൾ, അപ്പോൾ അവർക്കും സ്പീച്ച് പ്രോബ്ലം വരാം, അവരും സ്പീച്ച് തെറപ്പിസ്റ്റിനൊക്കെ പോകാം. കുട്ടികളിൽ പ്രധാനമായിട്ടും ഓട്ടിസം മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പ്യുവർലി സ്പീച്ച് ഡിലേ, അതായത് അപ്പോൾ അവർക്ക് ലാക്ക് ഓഫ് സ്റ്റിമുലേഷൻ എന്ന് പറയും. അതായത് എക്സ്പോഷർ കുറഞ്ഞുകൊണ്ട്, അതായത് ന്യൂക്ലിയർ ഫാമിലി, പുറത്തൊന്നും പോകുന്നില്ല, TV എപ്പോഴും കാണുന്നു, അല്ലെങ്കിൽ അവർക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് ഇത് കുറവുള്ള കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ കാണും. അപ്പോൾ അവർക്കും ഇതുപോലെ സ്പീച്ച് തെറപ്പിസ്റ്റിനൊക്കെ പോയാൽ അവരാദ്യം ചെയ്യുന്നത് റിസെപ്റ്റീവ് ലാംഗ്വേജ്, എക്സ്പ്രസീവ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യും. റിസെപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്ത് മാത്രമുണ്ട്, എക്സ്പ്രഷൻ എന്ത് മാത്രമുണ്ടെന്ന് നോക്കും. അപ്പോൾ ചില കുട്ടികൾ 3 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ കുട്ടിയുടെ റിസെപ്ഷൻ ചിലപ്പോൾ ഏജ് അപ്രോപ്രിയറ്റ് ആയിരിക്കും, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എക്സ്പ്രസീവ് ലാംഗ്വേജ് 1 വയസ്സ് 1.5 വയസ്സിലായിരിക്കും നിൽക്കുന്നത്. അതായത് 2 വാക്കായിരിക്കും ചേർത്ത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 വയസ്സാകുമ്പം 3 വാക്ക് ചേർത്ത് പറയണം. അമ്മ വെള്ളം വേണം, എനിക്ക് ടാറ്റ പോകണം, എനിക്ക് പിസ്സ വേണം, അല്ലെങ്കിൽ എനിക്ക് മസാല ദോശ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അപ്പം അതിൽ എക്സ്പ്രഷനിൽ ഡിലേ ഉണ്ടെങ്കിലും സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അവിടെയും അവർ ചെയ്യുന്നത് ആദ്യം നോക്കുന്നത് കുട്ടിക്ക് സിറ്റിംഗ് ടോളറൻസ് ഉണ്ടോ, അറ്റൻഷൻ ഉണ്ടോ, അവനത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടോ, ഐ കോൺടാക്റ്റ് ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അത് ഓട്ടിസത്തിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. പക്ഷേ പ്യുവർലി സ്പീച്ച് മാത്രമാണെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ
അവരെ നമുക്ക് നോർമലാക്കിയെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതെന്താ പറ്റുക വെച്ചാൽ കറക്റ്റ് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്നുള്ള കണ്ടീഷൻ നമ്മൾ വരും. അതായത് അതിൽ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കണ്ടീഷനിൽ വരുന്ന കോമോർബിഡ് ഫാക്ടേഴ്സ് ഉണ്ട്. കോമോർബിഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എയർലി സിംറ്റംസ്, അതായത് ഇപ്പം നേരത്തെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്ന സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇത് രണ്ടും ഉള്ള കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി ലേറ്റർ ഏജിൽ കാണുന്നുണ്ട്. അതായത് 3 വയസ്സിൽ സംസാരം പുറകെ നിൽക്കുന്ന കുട്ടി അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ അവനൊരു 7-8 വയസ്സാകുമ്പോൾ അവനിൽ ലേണിംഗ് ഡിഫിക്കൽട്ടി കാണുന്നുണ്ട്. കാരണം അവൻ സ്കൂളിൽ ചെല്ലുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അവന് ലേണിംഗ് ഇഷ്യൂ വന്നു. ഇതേപോലെ തന്നെ ചെറുപ്പത്തിലെ അമിതമായ പിരിവിരിപ്പ്, ആ കുട്ടിയെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്കും ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടീനെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കാതെ കൊണ്ടുപോയാൽ അവർക്കും ലേണിംഗ് ഡിഫിക്കൽട്ടി വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സ്പീച്ച് തെറപ്പിസ്റ്റ് പ്യുവർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളെയും ഓട്ടിസം ഉള്ള കുട്ടികളെയും അതേപോലെ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളെയും സ്പീച്ച് തെറപ്പിസ്റ്റിന് അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് അതിനകത്ത് പ്രധാനമായിട്ട് റോൾ വഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിൽ ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. അതിലവരൊരു ടീം മെമ്പറാണ് ഈ സ്പീച്ച് തെറപ്പിസ്റ്റ്. മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ ഈ പ്രയത്ന എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, പിന്നെ സൈക്കോളജിസ്റ്റ്, പിന്നെ അങ്ങനെ ആരൊക്കെയാണ് ഇതിനകത്ത്? ഇതൊരു ടീമായിരിക്കുമല്ലോ, ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഇതിനകത്ത് നമുക്ക് സൈക്കോളജിസ്റ്റ് ഉണ്ട്. സൈക്കോളജി തന്നെ 2 ടൈപ്പ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബിഹേവിയർ മാനേജിങ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ABA തെറപ്പി എന്ന് പറയും. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തന്നെ BEd പഠിച്ചതിൽ ഓട്ടിസത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്ത ഡിഗ്രി ഓട്ടിസത്തിൽ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട്, ലേണിംഗ് ഡിഫിക്കൽറ്റിയിലും സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട്, പിന്നെ ഇൻ്റലക്ച്വൽ ഡിഫിക്കൽറ്റി ചെയ്തവരുണ്ട്. അതൊരു ടീം. പിന്നെ ഉള്ളത് നമുക്ക് സ്പീച്ച് തെറപ്പിസ്റ്റ്, ഒക്യുപേഷൻ തെറപ്പിസ്റ്റ്, പിന്നെ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. പീഡിയാട്രിഷ്യൻ, ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യന്, സൈക്കാട്രിസ്റ്റ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് നമുക്ക് കൺസൾട്ടൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കുട്ടി വന്നു കഴിയുമ്പോൾ ആ കുട്ടീനെ നമ്മൾ അസസ് ചെയ്ത് പ്രൊഫൈൽ ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഡിഫറെൻറ്റ് ഡൊമൈൻസാണ് നമ്മൾ നോക്കുന്നത്. അവൻ്റെ സംസാരം, അവൻ്റെ അറ്റൻഷൻ, അവൻ്റെ മോട്ടോർ സ്കിൽസ്, അവൻ്റെ റൈറ്റിങ്, അവൻ്റെ പെരുമാറ്റം, ഇതെല്ലാം പല പല ആളുകൾ നോക്കുന്നെങ്കിലും ഇതിനെല്ലാം നമ്മൾ അസസ് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയ ടെസ്റ്റുകൾ നമുക്കുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി NRI പേരൻസ് വരുന്നുണ്ട്. അപ്പം അയർലൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികളിൽ ഇങ്ങനെയുള്ള ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞാൽ ലോങ് വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഇപ്പോൾ UK ഇപ്പോൾ ഒരു കുട്ടിക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ മിനിമം 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കും. അവിടെ അപ്പോയിൻമെൻറ്റ് വെയിറ്റിംഗ് ലിസ്റ്റാണ്. അയർലൻഡിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന അവിടെ നിന്നൊരു പേരൻ്റ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് അവിടെയും വാലിഡാണ്. ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ടീം ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഇവരുടെ ഗോളിനെ നമ്മളൊരു സ്മാർട്ട് ഗോളാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പേരൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടീമിൽ എല്ലാവരും ചേർന്ന് സ്പീച്ച് തെറപ്പിസ്റ്റും, ഒക്യുപേഷൻ തെറപ്പിസ്റ്റും, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും, സൈക്കോളജിസ്റ്റും എല്ലാം ചേർന്നിരുന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഈ ഗോള് എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഒരു ഓവർലാപ്പ് ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ ആ പേരൻറ്റ് നോക്കുമ്പം അവിടെ ഇത് ചെയ്യുന്നുണ്ട്, ഇവിടെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം ഓൾ അണ്ടർ വൺ റൂഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ചെയ്യുമ്പം പേരൻറ്റുമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യും. ഒരു മന്ത്ലി റിവ്യൂ ഉണ്ട്. അപ്പം 1 മാസം തെറപ്പി കൊടുത്ത ശേഷം എന്തൊക്കെയാണ് പ്രോഗ്രസ്, ചേഞ്ചസ് ഉള്ളത്. അതുപോലെ പേരൻറ്റിന് നമ്മൾ ഹോം പ്രോഗ്രാം കൊടുക്കും. കാരണം നമ്മൾ പേരൻറ്റിനെ കൂടെ ഇരുത്തേ ചെയ്യുന്നത്. പേരൻ്റെ കൂടെ ചെയ്യുമ്പം അവർക്ക് നമ്മൾ ചില ടാസ്ക് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സ്കിൽസ് ഇപ്പോൾ കുട്ടി ആ ഒരു തെറപ്പിസ്റ്റിൻ്റെ റൂമിലിരുന്ന് അച്ചീവ് ചെയ്തു. അതായത് ഇപ്പോൾ കുട്ടി ഒരു 4 ബോർഡ് പസിൽ ചെയ്തു, അല്ലെങ്കിൽ കളർ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തു. ആ സ്കില്ലിനെ അല്ലെങ്കിൽ അവൻ ബട്ടണിങ് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവൻ ചോറെടുത്ത് കഴിക്കാൻ പഠിച്ചു. ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്യണം. അപ്പോൾ കുട്ടിയുടെ ചോദിക്കുകയാണ് പേരൻ്റ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ സ്കൂളിലെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്. ഇതെല്ലാം പേരൻ്റെയും നമ്മൾ ഫീഡ്ബാക്ക് വാങ്ങിച്ച ശേഷമാണ് നമ്മൾ അക്നോളജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടീം വർക്കായിട്ട് പോകുമ്പോൾ നമുക്ക് റിസൾട്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള തെറാപ്പി സെൻറ്ററുകൾ കേരളത്തിലും പുറത്തൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ പല സംഭവങ്ങളുടെയും കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എറണാകുളത്താണ്, ചിലത് പലതും സിറ്റിയിലായിരിക്കും. ഈ പാരൻസിന് ഈ കുട്ടികളെ കൊണ്ട് സ്ഥിരമായിട്ട് വന്നു പോകാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്, നത്തിങ് ഈസ് ഫ്രീ. അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ സേവനങ്ങളൊക്കെ വരണം. ഐ ഡോണ്ട് തിങ്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഇതുപോലുള്ള സേവനങ്ങളൊന്നും ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ എന്താണ് ഇതിനകത്തെ കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് നല്ലൊരു തെറാപ്പി സെൻറ്റർ നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ മാത്രമല്ല പല കാര്യത്തിലും എങ്ങനെയാണ് ഒരു റൈറ്റ് തെറാപ്പി സെൻറ്റർ നമുക്ക് പാരൻസിന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളിപ്പോൾ കേരള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കേരള ഗവൺമെൻറ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. തീർത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലെ കുറച്ച് പ്രോജക്റ്റുകൾ ഓട്ടിസത്തിനും ഏർലി ഇന്റർവെൻഷൻ തുടങ്ങിയിട്ടുണ്ട്, പല മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിനുള്ള മാൻ പവർ ഇല്ല. പക്ഷേ പ്രൈവറ്റ് മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ തെറാപ്പിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഇവരൊക്കെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൗൺസിൽ നമുക്കുണ്ട്. അപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള കൗൺസിലിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണെന്ന് അത് നമ്മൾ ശ്രദ്ധിക്കണം. വെബ്സൈറ്റിൽ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കണം പ്രത്യേകിച്ച്. കാരണം പല സ്ഥാപനങ്ങളിലും ബോർഡ് കാണും, പക്ഷേ അകത്ത് നോക്കുന്നത് ക്വാളിഫൈഡ് ആളാണെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, വെബ്സൈറ്റിൽ അവരുടെ പേരുണ്ടോ, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ പേരൻസ് ഇത് ടൈം ടേക്കിംഗ് ആയതുകൊണ്ടും കുറച്ച് ക്ഷമയും സമയം കൂടുതൽ ചിലവാക്കണം. അപ്പോൾ ദൂരത്തുനിന്നുള്ള പേരൻസ് ആണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 സെഷൻസ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നെങ്കിൽ എല്ലാവർക്കും സമയമില്ലെങ്കിൽ പേരൻ്റ് അത്യാവശ്യം ഒരു ഗ്രാസ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു അസസ്മെൻറ്റ് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്ത് ഒരു 4-5 സെഷൻസ് അവർ വരാൻ പറഞ്ഞ ശേഷം അവരോട് പേരൻറ്റിന് നമ്മൾ ഓൺലൈനായിട്ട് വീക്ക്ലി 1 or 2 സെഷൻസ് ഓൺലൈനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് അവർ ചെയ്യുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NRI പേരൻസ് വന്നു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ നിന്നിട്ട് അവർ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് എക്സ്പെൻസീവാണ്, രണ്ടാമത് സെഷൻ കിട്ടത്തില്ല. അപ്പോൾ അവർ ഓൺലൈനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രയത്നം ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഫീസ് ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണാറില്ല. ഫീസ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ CSR പ്രോജക്റ്റ് തന്നെ അവർക്ക് കൺസെഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആരും ഫീസില്ലെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഒരാളെ നമ്മൾ തിരിച്ചു വിട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ട നമ്മൾ കൺസെഷൻ കൊടുത്ത് നമ്മൾ അവരെ മാനേജ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പേരൻസ് ഒത്തിരി സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ സെൻറ്റർ. പ്രധാനമായിട്ടും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചില പേരൻസ് പറയും ഞങ്ങൾ കുറേ നാളൊരു തെറാപ്പി സെൻറ്ററിൽ പോയി, പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അവർ ക്വാളിഫൈഡ് ആളല്ല. അപ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും ക്വാളിഫൈഡ്, ബാക്കി ആൾക്കാരെല്ലാം ട്രെയിൻ ചെയ്തേക്കുന്ന ആളുകളായിരിക്കും, അവർ ട്രെയിൻ ചെയ്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഇതെന്താ വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രശ്നം വെച്ചാൽ ഇവർ പുറത്ത് പറയത്തില്ല. കാരണം ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പോൾ അവർ പുറത്ത് പറയാത്തത് കൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഇങ്ങനൊരു സ്ഥാപനത്തിൽ പോയി പറ്റിക്കപ്പെട്ടാലും ഇവർ പുറത്തേക്ക് വന്ന് പറയുന്നില്ല. പിന്നെ ട്രാൻസ്പെറൻസി ഇല്ല. പേരൻറ്റിനെ അകത്തിരുത്തി കൊടുക്കുന്ന തെറപ്പി കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഇവർ പോകാൻ പാടുള്ളൂ. അതായത് പേരൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, കാരണം നമ്മൾ കൂടെ ഇരുത്തി വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ഇതിപ്പോൾ ഒരു മെഡിസിൻ അല്ല കൊടുക്കുന്നത്, മരുന്നല്ലല്ലോ. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പേരൻ്റ് കൂടെ ഇരുന്നെങ്കിലേ ഉള്ളത് മനസ്സിലാക്കി വീട്ടിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 സെഷൻസൊക്കെ കുട്ടി അത്ര കോപ്പറേറ്റീവ് ആണെന്ന് നിർബന്ധമില്ല. പിന്നീട് കുട്ടി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില പേരൻസ് വരുമ്പം പറയും കുട്ടി പഴം കഴിക്കുന്നില്ല എന്ന് പറയാതിരിക്കാം. പക്ഷേ നമ്മൾ തെറപ്പിസ്റ്റ് കൊടുക്കുമ്പോൾ കുട്ടി പഴം കഴിക്കും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം അത്. അപ്പോൾ ആ കുട്ടി ആ ബിഹേവിയറിനെ ഒരു അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതൊരു ലേൺഡ് ബിഹേവിയറാണ്. അമ്മ പറയുമ്പോൾ ചെയ്യുന്നില്ല, നേരെ വരെ ചിലപ്പോൾ അച്ഛൻ കൂടുതൽ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ വെച്ചാൽ പൊതുവേ ചില ഫാമിലിയിൽ അമ്മ വർക്കിംഗ് അല്ല, ഹോം മേക്കർ ആണെങ്കിൽ, അച്ഛൻ ബിസി ആണെങ്കിൽ അച്ഛൻ്റെ കൂടെ കുറച്ച് സമയം കിട്ടുമ്പം കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. മനസ്സിലായി. പക്ഷേ അമ്മ രാവിലെ തൊട്ട് അത് ഇത് ചെയ്യുമ്പോൾ അമ്മയായിട്ട് ചെറിയൊരു അവർഷം കാണും. അപ്പോൾ നമ്മൾ ചില ബിഹേവിയേഴ്സ് നമ്മളുടെ വീട്ടിലുള്ള ട്രെയിനിങ്ങിൻ്റെ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പേരൻറ്റിനോട് കൂടെ അകത്തിരുന്ന് തെറപ്പിസ്റ്റിനോട് ചേർന്ന് ഈ തെറപ്പി സെഷനെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരിക്കലും പിന്നെ അത് തെറപ്പിസ്റ്റ് മുമ്പ് ചെയ്ത കാര്യം ഒരിക്കലും വീട്ടിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പോൾ അവൻ പിന്നെ ചെയ്തു തുടങ്ങും. അപ്പോൾ അവന് പിന്നെ അവിടെ ഒരു ചെറിയൊരു കളത്തരം കാണിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. അതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. എന്താണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്? അതിപ്പോൾ ഒരു ഫാൻസി വേർഡായിട്ട് മാറിയിരിക്കുക. അങ്ങനെ ഒരു ഡയഗ്നോസിസ് ഇല്ല. നമ്മൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഡയഗ്നോസിസ് DSM ഇല്ല, WHO പോലും പറഞ്ഞു. പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഒരു സ്ക്രീനിൻ്റെ അഡിക്ഷൻ കൂടിയത് കൊണ്ട് അതായത് വെർച്വൽ ഓട്ടിസം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. കാരണം സ്ക്രീൻ കുറച്ച് വരുമ്പം ഇവരുടെ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ എല്ലാം കൂടും. അതായത് കുട്ടികൾ സ്ക്രീനിന് അഡിക്റ്റ് ആയിട്ട് ഈ സോഷ്യലൈസ് ചെയ്യുന്നത് കുറയുമ്പോൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണോ ഈ വെർച്വൽ? അതായത് ഓട്ടിസത്തിന്റെ എല്ലാ സിംറ്റംസും കുറെ കാണിക്കും. അതായത് ഇപ്പം 2.5-3 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല കുട്ടി, ഇവനെ ഒരു 8-10 മണിക്കൂറൊക്കെ മൊബൈൽ കാണുന്ന കുട്ടികൾ. അപ്പം അത്രയും കണ്ടു കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് ദേഷ്യം വരും, അരിശം വരും,
ഇതെടുത്ത് മാറ്റി അപ്പം അവന് വാശി കാണിക്കും, ഇവൻ്റെ സംസാരം പുറകോട്ട് പോകും, മറ്റാൾക്കാരോട് മിങ്കിൾ ചെയ്യത്തില്ല, ഇവന് കളിക്കാൻ താല്പര്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പം ഒരു ഓട്ടിസത്തിൻ്റെ കുറേ സിംറ്റം കാണിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ അതിനും അവർക്കും ഇപ്പോൾ തെറപ്പി ഇല്ലാതെ പറ്റത്തില്ല. കാരണം ഗ്യാപ്പ് വന്നു, ഒരു 6 മാസം 1 വർഷത്തെ ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേരൻറ്റിനെ കൊണ്ട് തന്നെ അവൻ്റെ മൈൽ സ്റ്റോൺസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും ഈ പ്രൊഫഷണൽ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ പിന്നെയും പൈസ കൊടുത്ത് പേരൻസ് പോവാം. അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ ഈ വെർച്വൽ ഓട്ടിസം ഇപ്പോൾ ഒരു പ്രശ്നം വന്നേക്കുന്നത് വെച്ചാൽ ശരിക്കുള്ള ഓട്ടിസത്തിനെ ചിലർ വെർച്വൽ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അതായത് ചില പേരൻസും അങ്ങനെ ലാഘവത്തോടെ എടുക്കുന്നുണ്ട്. ഞാൻ എന്നാളൊരു വെബിനാറിൽ പങ്കെടുത്തു. അപ്പോൾ ഒരു UAE എന്നുള്ളൊരു പേരൻസാണ്. അപ്പോൾ കുറച്ച് പേരൻസ് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള ഓട്ടിസമാണ്. പക്ഷേ അവരത് വെർച്വൽ ഓട്ടിസം പറയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സ്റ്റിഗ്മ ഇല്ല. എൻ്റെ കുട്ടിക്ക് വെർച്വൽ ഓട്ടിസമാണ്, അതൊരു ഫാൻസി വേർഡായിട്ട് മാറിയിരിക്കുക. പക്ഷേ അതിനെ കറക്റ്റായിട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ചെയ്യാതെ പോയാൽ അതും പ്രോബ്ലമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെ പാരൻസ് തന്നെയാണ് ഒരു പരിധി വരെ മൊബൈൽ കൊടുത്തും TV കൊടുത്തും അഡിക്റ്റ് ആകുന്നത്. കാരണം പാരൻസ് ബിസി ആവുന്നു. അപ്പോൾ കുട്ടികളെ അവർ അവിടെ അലമ്പാക്കാതിരിക്കാൻ വേണ്ടി ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇരുന്നോളുമല്ലോ, ഒരു സ്ഥലത്ത് ഇരുന്നോളുമല്ലോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് വേണം. കാരണം അതില്ലെങ്കിൽ അത് പ്രോബ്ലം. പക്ഷെ അതൊരു നമ്മുടെ കൺട്രോളിലിരിക്കണം. ഇപ്പം അറ്റ് ദ സെയിം ടൈം ഇപ്പം എൻ്റെ മകന് ഇപ്പം ഇവിടെ ചെറുപ്പത്തിൽ അങ്ങനെ ഫോൺ കൊടുത്ത് അങ്ങനെ വലിയ ശീലമില്ലായിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കുമായിരുന്നു. ഇപ്പം അത് നിർത്തിച്ചു ഞങ്ങൾ. അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഇല്ലാണ്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ മോനും ചില സമയത്ത് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഞങ്ങൾ നിർത്തിച്ചു. ഭക്ഷണം കഴിക്കുമ്പം ഇരുന്ന് കഴിക്കും. പിന്നെ TV കാണും. അവനൊരു TV കാണുന്ന ഒരു ടൈം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവരിരുന്ന് TV കാണും. ഈ പറഞ്ഞ പോലെ ചില സമയത്ത് അതൊരു അഡിക്ഷനായി വരുന്നു എന്ന് തോന്നിയപ്പോൾ ഞങ്ങളത് സ്ക്രീൻ ടൈം കുറച്ചു. കാരണം TV കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാൻ അന്നേരം കുറയും. അപ്പോൾ അവർ കളിക്കണമല്ലോ, അവർ കളിക്കുമ്പോഴാണല്ലോ അവർ കൂടുതലായിട്ട് മൾട്ടിപ്പിൾ സെൻസ് പല കാര്യങ്ങൾ അവർ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഈ TV കാണുന്നതിലും നല്ലൊരു കാര്യമുണ്ട്. കാരണം അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു തുടങ്ങുന്നു, നമ്മൾ പല കാര്യങ്ങൾ അവർ അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ അവർ പഠിക്കുന്നു. അതും എന്ത് കാണിക്കണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അല്ല, ഇപ്പം TV കാണിച്ചില്ല കുഴപ്പമെന്നറിയോ? ഇവൻ സ്കൂളിൽ പോകുമ്പോൾ ഇവൻ്റെ കൂട്ടുകാരെല്ലാം ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഡിസ്കണ്ടായി പോകും. ഇപ്പോൾ വെച്ചാൽ TV മൊബൈല് പേരൻ്റെ കൺട്രോളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ TV 1 മണിക്കൂർ സമയം കൊടുത്തു. ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നിർത്തുമ്പോൾ ഇവന് അടുത്ത ആക്ടിവിറ്റി ഉണ്ടാകണം. അതായത് ഇതൊരു ഹൈലി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിച്ചിട്ട് ചോറ് കഴിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പോൾ ഹൈലി റീഇൻഫോഴ്സിങ് ആയിട്ടുള്ള കാര്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ കട്ട് ചെയ്യുമ്പോൾ പേരൻറ്റ് ക്രിയേറ്റീവ് ആയിരിക്കണം. പേരൻറ്റ് ക്രിയേറ്റീവായിട്ട് എന്നാൽ നമുക്ക് സൈക്കിൾ ഓട്ടാൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് സ്കൂട്ടർ ബോർഡ് ചെയ്യാൻ പോകാം, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാമെന്ന് പറയുകയാണെങ്കിൽ അവൻ ഇൻട്രസ്റ്റ് കാണിക്കും. പക്ഷേ ഈ മൊബൈൽ കാണിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ നമ്മൾ തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെന്താ കഴിക്കുന്നത് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഇവൻ കഴിക്കുന്നതിൻ്റെ ഇൻപുട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അതൊരു ബിഹേവിയറായിട്ട് മാറും, ഇൻട്രാക്ഷൻ കുറയും. അപ്പോൾ TV കണ്ട ശേഷം ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് മൊബൈൽ കൊടുക്കാം. പക്ഷെ മൊബൈൽ തീർത്ത് നമുക്ക് എക്സസീവ് സ്ക്രീൻ ടൈം കാരണം കുട്ടികളിൽ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളാണ് ഉണ്ടാവുന്നത്? ഒന്ന് ബിഹേവിയർ ചേഞ്ചസ്, ഒന്ന് നമ്മൾ മാറ്റമുണ്ടാകാൻ ദേഷ്യം. രണ്ടാമത് അവരുടെ ലാംഗ്വേജ്. അത് ഞാൻ ചിലപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവര് അമ്മയ്ക്ക് സീരിയൽ ആണെന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇവര് യുദ്ധമായിരിക്കും. പിന്നെ ഇവിടെ പിന്നെ വയലന്റ് ആവും. അത് ബിഹേവിയർ മെയിനായിട്ട് ഉണ്ടാവും. പിന്നെ വെച്ചാൽ പുറത്തേക്ക് കളിക്കാനുള്ള താല്പര്യം കുറയും. പിന്നെ അവരുടെ ആ ഒരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷന് സോഷ്യലൈസേഷനൊക്കെ കുറയാൻ ചാൻസസ് കൂടുതലാണ്. നമുക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട നമുക്കതിനൊരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. സ്ക്രീൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് അതിനെ കഴിഞ്ഞും റീഇൻഫോഴ്സിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുക. പിന്നെ അവനെ നമ്മൾ കുറയ്ക്കുന്നതിനൊട്ട് ഒരു ടൈം നമുക്കൊരു 1 മണിക്കൂർ ആകുന്നതിന് മുമ്പ് ഒരു അലർട്ട് കൊടുക്കുക, ഇപ്പോൾ തീരാൻ പോവുകയാണ്, 10 മിനിറ്റ് സമയമുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവനെ റീഇൻഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെപ്പോഴും കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് എപ്പോഴും റിവാർഡ്സ് വേണം, അവനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ചില പേരൻസ് എപ്പോഴും നെഗറ്റീവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചാൽ തന്നെ ഇവർക്ക് ഇപ്പോൾ നമ്മളൊരു കുട്ടി ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോൻ്റെ ഉദാഹരണം പറയാം. അവൻ സ്കൂളിൽ എന്നോടൊരു ദിവസം അവൻ്റെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞു അടുത്ത ആഴ്ച അവന് ഓപ്പൺ ഹൗസ് ഉണ്ട്, അവൻ കുറച്ച് ടെൻസ്ഡാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നോക്കാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനോട് പറഞ്ഞു നമുക്ക് 2 പേർക്കും പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ ക്ലാസ് ടീച്ചറെ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോയി കണ്ടേക്കാം. അപ്പോൾ ക്ലാസ് ടീച്ചറെ കണ്ടപ്പോൾ ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു ഇവൻ വെൽ ബിഹേവ്ഡ് ആണ്, ഇവനിപ്പം TV ഒക്കെ അധികം കാണത്തൊന്നുമില്ല, മൊബൈലൊക്കെയാണ് ഞങ്ങൾ പറയുമ്പോൾ തന്നെ അവൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അവന് കളിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാനങ്ങ് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു അവൻ ഭയങ്കര ലവബിളാണ്, അവൻ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് അപ്പോൾ അവനോട് അവൻ പറഞ്ഞു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി ടീച്ചേഴ്സിനെ ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പം
ക്ലാസ് ടീച്ചറെ മാത്രം കാണാൻ പോയി പറഞ്ഞിരിക്കുന്ന ആളാണ് എല്ലാ ടീച്ചറെയും കാണിച്ചു വന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ടീച്ചേഴ്സിന് മുമ്പിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ഇവരുടെ പോസിറ്റീവ് പറയുള്ളൂ. ഇവരുടെ നെഗറ്റീവ് പറഞ്ഞാൽ അവന് ഇമ്പ്രഷൻ പോകും. ഓക്കെ. ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവസ്ഥയുള്ള കുട്ടികളിൽ ഇവരുടെ ഡയറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കരുത്, അല്ലെങ്കിൽ ഹൈ എനർജി, പ്രത്യേകിച്ച് ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എനർജി കൂടുന്ന തരത്തിലുള്ള ഫുഡ് കൊടുക്കരുത്. നമ്മുടെ പാരൻസിനെ സംബന്ധിച്ച് നമ്മൾ പാരൻസ് പിള്ളേരെ കഴിക്കട എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്ത് കൊടുക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ചില ഫാമിലികളിലൊക്കെ ഈ ഡോക്ടേഴ്സ് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കിനും അത് പാരൻസ്, അതായത് അവരുടെ ഗ്രാൻഡ് പാരൻസ് അത് കേൾക്കാതെ മറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഡയറ്റ് ഇതിൻ്റെ ഒരു ഭാഗമാണോ, ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ? ആക്ച്വലി ഓട്ടിസത്തിന് പ്രത്യേകിച്ച് ഡയറ്റ് ഇല്ല. പക്ഷേ ചില കുട്ടികളിൽ നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫുഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഓട്ടിസം സെപ്പറേറ്റ് ഡയറ്റ് ഇല്ല. പിന്നെ ജനറൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ നമ്മളറിയാമല്ലോ, ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കുന്നത് കുഴപ്പമില്ല, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചോക്ലേറ്റ് കഴിച്ചാൽ നമ്മൾ അലർട്ടായിട്ടിരിക്കും. നമ്മളിപ്പോൾ കോഫി കുടിക്കുന്ന നമുക്ക് നമ്മുടെ അലർട്ട്നെസ് കൂട്ടും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കിപ്പോൾ പെപ്സി, കോക്ക് അങ്ങനെ പ്രത്യേകിച്ച് കമ്പനി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള പാക്കറ്റ് ഡ്രിങ്ക്സുകൾ നമ്മൾ പരമാവധി ഉറങ്ങുന്നതിന് മുമ്പ് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി ഒരു ചോക്ലേറ്റ് കഴിച്ചു, ഒരു കുഴപ്പമില്ല, വല്ലപ്പോഴും ചോക്ലേറ്റ് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പേരൻസ് ഇത് ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് ഡയറ്റ് പ്ലാൻസ്, പ്രത്യേകിച്ചുള്ള പ്രോഡക്ട്സ് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. ഈ കമ്പനികൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ കയറി നോക്കി കഴിഞ്ഞാൽ GFCS ഡയറ്റിംഗ്, ഗ്ലൂട്ടിൻ കേസിൻ ഫ്രീ. അപ്പോൾ ചപ്പാത്തി കൊടുക്കാൻ പാടില്ല. ചപ്പാത്തി അവിടെ നമ്മൾ ഗ്രാൻഡ് ഫാദർ ചപ്പാത്തി കഴിക്കുന്ന ആളായിരിക്കാം, അല്ലെ അടുത്ത വീട്ടിൽ പപ്പടമോ ചപ്പാത്തി ഉണ്ടാക്കിയ ഉടനെ കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ കുട്ടീനെ ഒരു ബർത്ത്ഡേ പാർട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ചോക്ലേറ്റ് കഴിച്ചാൽ എൻ്റെ കുട്ടിക്ക് ഹൈപ്പറേറ്റീവ് ആവും എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനെ ഒരു സോഷ്യൽ പിയർ പ്രഷർ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത് ആക്ച്വലി. മനസ്സിലായി. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ഒരു പ്രൊസഷനിലേക്ക് പോകണമെങ്കിൽ ഒരു പീഡിയാട്രീഷ്യൻ്റെയോ ഡയറ്റീഷ്യൻ്റെയോ ഗൈഡൻസ് ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല. അത് ആ കുട്ടിയുടെ ബിഹേവിയറിനെയും പേരൻ്റ് സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയും കൂട്ടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനെ നമ്മൾ ഒരിക്കലും ഓട്ടിസത്തിന് പ്രത്യേകിച്ചൊരു ഡയറ്റ് ഇല്ല. പക്ഷേ ജനറലി ഞാൻ പറഞ്ഞ പോലെ ജങ്ക് ഫുഡുകൾ, പാക്കറ്റായിട്ടുള്ള കാര്യങ്ങൾ, ചോക്ലേറ്റൊക്കെ രാത്രി സമയങ്ങളിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട് നല്ലതാണ്. അത് നമ്മുടെ പൊതുവെ നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കൂട്ടും. അത് ശരി തന്നെയാണ്. ഈ ഓട്ടിസം എന്നുള്ളൊരവസ്ഥയോ അല്ലെങ്കിൽ എന്തൊരവസ്ഥയോ ആയിക്കോട്ടെ, ആസ് എ പാരൻറ്റ്, ഒരു പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഒരു മാനസിക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്രോത്ത് നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പേരൻ്റ് ഈ കുട്ടിയുടെ അവസ്ഥയെ മനസ്സിലാക്കുക. അവസ്ഥയെ മനസ്സിലാക്കി നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഇപ്പം റെഗുലർ നോർമലായിട്ട് വളർന്നൊരു കുട്ടിക്കും പല പല രീതിയിലുള്ള ബിഹേവിയർ കൺസേൺസ് ഉണ്ടാവും. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ പ്രധാനമായിട്ട് അക്സെപ്റ്റൻസ്, പേരൻറ്റിങ് സ്റ്റൈല്, അതായത് ഓവർ പാമ്പറിങ് പാടില്ല, പനിഷ്മെൻറ്റുകൾ, ഫിസിക്കലായിട്ട് അടിക്കുന്നത്, അങ്ങനത്തെ പനിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യണം. കുട്ടിയുടെ ജോയിൻറ്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരാൾ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കും, ഒരാൾ ഭയങ്കര ലിബറലായിരിക്കും. പാടില്ല. എല്ലാവരും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴും നമുക്ക് നോക്കുമ്പം ഗ്രാൻഡ് പേരൻസ് എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് അല്ല ചെയ്യുന്നത്, അവർ ഗ്രാൻഡ് പാരൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ദേ ഹാവ് ദ റൈറ്റ് ടു പാമ്പർ ദെയർ ഗ്രാൻഡ് സൺ. അപ്പോൾ അതവർ ചെയ്തോട്ടെ, പക്ഷേ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മുടെ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതിനെ നമ്മളൊന്ന് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽസ് പറഞ്ഞേക്കുന്ന രീതിയിലുള്ള കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഞാൻ ചില കേസിലൊക്കെ ഇവർ പറയും ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല, അപ്പോൾ അവർ വീട് മാറി താമസിക്കുക. എന്നിട്ട് എന്താ സംഭവിക്കുക, ശനി ഞായറോടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചത്തേക്ക് അതിൻ്റെ ഹാങ് ഓവറാണ്. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പേരൻസ് ചിലർ നിസ്സഹായരായ പേരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവർ ഭയങ്കര നന്നായിട്ട് പേരൻറ്റിങ് ചെയ്യും, പക്ഷേ ഈ കുട്ടീനെ അവരുടെ ജോയിൻറ്റ് ഫാമിലി, അവരുടെ ഗ്രാൻഡ് പേരൻസോട് ചെന്ന് കഴിഞ്ഞാൽ 2-3 അല്ലെങ്കിൽ 1 മാസം അവധി സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തിരിച്ച് വരുന്നവരുണ്ട്. ചിലപ്പം അമ്മ വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, അച്ഛൻ കുറച്ച് സമയമായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ അച്ഛൻ ഓവർ പാമ്പർ ചെയ്ത് കുട്ടിയുടെ ആ ബിഹേവിയറിനെ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ കുട്ടി ഭയങ്കരമായിട്ട് വാശി കാണിക്കും. അപ്പോൾ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് കരയും. അപ്പോൾ ഉടനെ ഗ്രാൻഡ് ഫാദർ പറയും, അച്ഛനോട് പറയും,
നീ അവനെ ബൈക്കിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് വാ, ഒരു റൗണ്ട് പോയിട്ട് വാ. അപ്പോൾ അത് സ്ഥിരമായിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ അവനൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് അവൻ്റെ പ്രശ്നം മാറുന്നത്. പക്ഷെ അച്ഛൻ ലേറ്റായിട്ട് വരുമ്പോഴും എല്ലാ ദിവസവും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചില ബിഹേവിയറിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ പേരൻറ്റിങ് ഒരു എന്താ പറയുക, ഒരു എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് കൊണ്ടുപോകാം, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ പറ്റും. ഓക്കെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകളുള്ള കുട്ടികളെ ലൈക്ക് കുഞ്ഞു കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇവർ വലുതായി ഒരു ടീനേജ് പ്രായം കഴിഞ്ഞ് ഒരു അഡൾട്ട് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതെങ്ങനെ ഈ കുട്ടികൾ, കാരണം അവരുടെ ശരീരമായിരിക്കും ചിലപ്പം ഒരു അഡൾട്ടായിട്ടുണ്ടാവുക, മനസ്സ് അഡൾട്ടായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ രണ്ടും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവർക്ക് പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, ശരീരം മാറുന്നു, സെക്ഷൽ ഡിസയേഴ്സ് ഉണ്ടാവുന്നു, അങ്ങനെയുള്ള പല മാറ്റങ്ങളുണ്ടാവുന്നു ആൺകുട്ടികളിലും പെൺകുട്ടികളിലും. അതൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളും പാരൻസും അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? നമ്മൾക്ക് കുട്ടികൾ മാത്രമല്ല, നമുക്ക് അഡൽട്ടായിട്ടുള്ള ഓട്ടിസം ആളുകൾ വരുന്നുണ്ട്, പക്ഷെ സ്ഥിരമായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 വർഷം മുമ്പ് തൊട്ട് കുട്ടികളൊക്കെ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അഡോളസൻ്റ് ഏജിൽ ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് ഇവർക്കുണ്ടാവും. അപ്പോൾ ഈ ഉണ്ടായി കഴിയുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഇവരുടെ ഒരു ഗേളാണെങ്കിൽ അവരുടെ പീരീഡ്സ് അച്ചീവ് ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പ്യൂബർട്ടി വരുമ്പോഴത്തേക്കും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും. അതിനൊത്തിരി വിഷ്വൽ ഷെഡ്യൂളിംഗ് ഉണ്ട്, അത് വിഷ്വലി ഇവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഇപ്പോൾ ലുലു മാളിൽ ചെന്ന് കഴിഞ്ഞാൽ, നമുക്ക് ലുലു മാളിൽ ചെന്നാൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ആരോ മാർക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷേ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവർക്ക് വിഷ്വലി കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോഴും നമുക്ക് ചേഞ്ചസ് വന്നിട്ടില്ല. അപ്പോൾ വിഷ്വലി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കുറേ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് പ്രധാനമായിട്ടും സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ഡിവൈസ് ഉണ്ട്, നമുക്ക് ടാബിൽ തന്നെ പല ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇവരെ നമ്മൾ ഒരു റെഗുലർ സ്കൂൾ പഠിച്ചില്ലെങ്കിലും ഇവരുടെ ഒക്കേഷണലായിട്ടുള്ള കഴിവുകൾ, ചിലർ നന്നായിട്ട് പടം വരയ്ക്കും, ചിലർ ബുക്ക് എഴുതും, ചിലർ നമ്മളുടെ എന്താ പറയുക ചില പ്രത്യേക തരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഗിത്താർ വായിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ അവരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചിലർ കോളേജിൽ പഠിക്കുന്നവരുണ്ട്, പക്ഷേ കോളേജിൽ പഠിച്ചാലും അവർക്ക് അവരുടെ ഇൻട്രാക്ഷൻ കുറവാണെങ്കിലും അവർക്ക് കണ്ടൻറ് റൈറ്റിങ്ങിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് IT കമ്പനിയിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് കുറേ ആളുകൾ. അപ്പം അങ്ങനെ അഡൽട്ടായി കഴിഞ്ഞാലും അവരെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ചില ആളുകളിൽ അഗ്രസീവ് ബിഹേവിയർ, ഉറക്കത്തിൻ്റെ കുറവ്, അങ്ങനെയൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് മെഡിക്കേഷൻസ് ആവശ്യമാണ്. അതിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് അഡൽട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ചില കുട്ടികളിൽ അവർക്ക് പബ്ലിക്കായിട്ട് ചിലപ്പോൾ അവരുടെ പ്രൈവറ്റ് പാർട്സ് തൊടുന്നത് അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതൊക്കെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അവരെ എവിടെയാണത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അതിൽ ടീച്ചേഴ്സ്, അവൻ്റെ ക്ലാസ്മേറ്റ്സ്, ഇവർക്കൊക്കെ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കേസസ് വന്നിട്ടുണ്ട്, അമ്മ തന്നെ പറയുകയാണ് അവൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് കൗൺസിലിംഗ് കൊടുക്കും, അവൻ്റെ സിബ്ലിങ്സിന് കൗൺസിലിംഗ് കൊടുക്കും, അവനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും എവിടെയാണ് എന്ത് കാര്യം ചെയ്യേണ്ടത്. ഒരു പരിസരത്തിൽ ഓരോ സ്ഥലത്ത് സിറ്റുവേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവരെ അവെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വിഷ്വൽ ഷെഡ്യൂളിങ്ങോടെ കൊണ്ടുപോകാൻ പറ്റും. അവൻ്റെ ക്ലാസ്മേറ്റ്സിന് ഇപ്പോൾ ഒരു ബഡി ലേണിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ വളരെ എംബാരസ്മെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. പല അമ്മമാരും അതിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. തീർച്ചയായും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് കാരണം ഇവർക്ക് ട്രെയിനിങ് നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ട്രെയിനിങ് അല്ലല്ലോ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത്. അവർക്ക് അവരെപ്പോഴും കുട്ടിയല്ലല്ലോ, മാറ്റങ്ങൾ വരുമല്ലോ. മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറണമല്ലോ. ഓട്ടിസം ബാധിച്ച ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരെങ്കിലും കല്യാണം കഴിച്ചതായിട്ട് ഡോക്ടർക്ക് അറിവുണ്ടോ? 1-2 സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് അങ്ങനെ ഒരു ഡിസബിലിറ്റി matrimony.com കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ആക്ച്വലി കല്യാണം കഴിച്ച പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടോ? അല്ല, പേഷ്യൻസ് എന്നല്ല, കല്യാണം കഴിച്ച ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ അതായത് ഒരു സിവിയർ അല്ല, അതായത് മൈൽഡായിട്ടുള്ള ഒരു മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇവരിൽ നമ്മൾ ആക്ച്വലി അവരെ അറിഞ്ഞോ, ചില ആൾക്കാർ അങ്ങനെ ഈ ബുദ്ധിക്ക് കുറവുള്ള ആളുകളെ കല്യാണം കഴിപ്പിക്കുന്ന കേട്ടിട്ടുണ്ടോ? അതായത് അവർ പേരൻസ് അറിഞ്ഞുകൊണ്ട് പണ്ട് കാലത്തൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവയർനെസ് വന്നു. പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ തന്നെ ക്ലിയർ ആയിട്ട് കൗൺസിലിംഗ് നടത്തി 2 കൂട്ടർക്കും
ഒരു കൺസെൻറ്റോട് കൂടി തന്നെ പോകാൻ പറ്റും. കാരണം അവർ ഒത്തിരി കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അവർക്കൊരു ലൈഫ് വേണമല്ലോ. അങ്ങനെ ചെയ്യുന്ന കേസ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ളൂ. ഓക്കെ. നമ്മൾ നേരത്തെ ADHDയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഈ ADHDക്ക് എന്താണ് നമ്മൾ കൊടുക്കാൻ സാധിക്കുന്ന തെറാപ്പീസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ്? ADHD ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 വയസ്സിന് മുകളിൽ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും അവരുടെ ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ്, അങ്ങനെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ നമുക്കൊരു ADHD ഡയഗ്നോസിൽ തന്നെ പോകാൻ പറ്റത്തുള്ളൂ. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഡയഗ്നോസ് ചെയ്ത ശേഷം ചില കുട്ടികളിൽ അമിതമായ പിരിവിരിപ്പും തീരെ ശ്രദ്ധയില്ലായ്മയും അഗ്രസീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് ആവശ്യമാണ്. അപ്പോൾ അതൊരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ സഹായത്തോടെ അത് ചെയ്യാൻ പറ്റും. പിന്നെ പെരുമാറ്റത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സഹായത്തോടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓക്യുപ്പേഷൻ തെറപ്പി ചില കുട്ടികളിൽ ഈ പറഞ്ഞ സിറ്റിംഗ് ടോളറൻസ് കൂട്ടാനും അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓക്യുപ്പേഷൻ തെറപ്പി കൊടുക്കാൻ പറ്റും. കാരണം അവർക്ക് ഈ ഒരു പ്രോബ്ലം, ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും അറ്റൻഷനും ഉള്ളതുകൊണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് പഠനപരമായ പ്രോബ്ലംസ് എഴുതാനും വായിക്കാനും, അപ്പോൾ അതിൽ ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റിന് സഹായം നമുക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് സ്പീച്ച് ഡിഫിക്കൽറ്റിയും ADHDയിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്പീച്ച് തെറപ്പിസ്റ്റിന് സഹായം നമുക്ക് കൊടുക്കാൻ പറ്റും. ADHD നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചൈൽഡാണ്. ചിലർക്ക് മരുന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡയഗ്നോസ് ചെയ്ത് പേരൻ്റൽ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പേരൻ്റ് തന്നെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടാവുള്ളൂ മൈൽഡ് കേസസിൽ. പക്ഷേ ചില കേസിൽ മരുന്നും തെറാപ്പി കൂടി കൊടുത്തെങ്കിലേ ഉള്ളൂ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ പറ്റും. അങ്ങനെ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യും. അതെ. ഓക്കെ. നിങ്ങൾക്ക് ഡോക്ടേഴ്സ് നിങ്ങളുടെ ക്ലിനിക്കിൽ വരുന്നുണ്ട്? നമുക്ക് കൺസൾട്ടേഷൻ വരുന്നുണ്ട്. ഓക്കെ. ഈ ഓട്ടിസം എന്നുള്ള ഈ ഒരു അവസ്ഥയിലുള്ള ആളുകളെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 25 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ട്. അതെ. താങ്കളുടെ ജീവിതത്തിൽ ഈ ഓട്ടിസം എന്നുള്ള ആ ഒരു അവസ്ഥ, ലൈക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റിമറിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഇതോ ഉണ്ടായിട്ടുണ്ടോ? അതായത് നമുക്ക് ഒരു 70% കുട്ടികളും തന്നെ റെഗുലർ സ്കൂളിൽ തന്നെ പോകാൻ പറ്റിയിട്ടുണ്ട്. അവരൊന്നും നമ്മൾ സ്പെഷ്യൽ സ്കൂളിലേക്ക് നമ്മൾ വിട്ടിട്ടില്ല. ചില 1-2 കുട്ടികളുടെ അനുഭവം പറയുകയാണെങ്കിൽ, എനിക്കൊരു കുട്ടിയുണ്ട്, അവൻ ചെന്നൈയിലാണ്. അവന് രാമായണം, മഹാഭാരതം, ബൈബിള് ഇതെല്ലാം അവന് കാണാപ്പാടാം. ഓക്കെ. അവനത് പക്ഷേ അവന് വായിക്കാനോ എഴുതാനോ എന്തൊക്കെ സ്കൂൾ കാര്യങ്ങളൊന്നും അവൻ പഠിക്കത്തില്ല. സ്കൂളിലെ ബുക്കൊന്നും അവന് അത്ര താല്പര്യമില്ല. പിന്നെ അവൻ ഭയങ്കര ഇമോഷണലാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേൽ പാലസ്തീനിലൊരു ബോംബ് ഇട്ടു, കുറേ കുട്ടികൾ മരിച്ചെന്നുള്ളൊരു വാർത്ത പത്രത്തിൽ കാണുവാണെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ആരോടും മിണ്ടത്തില്ല. ആ കുട്ടിക്ക് നമ്മൾ ഒത്തിരി വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവനിപ്പം റെഗുലർ സ്കൂളിൽ പോയി, അവനിപ്പം ഡിഗ്രി പഠിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. പിന്നെ ചില കുട്ടികൾ നമുക്ക് 10th പാസ്സായിട്ട് നമ്മളെ വിളിക്കും. അന്ന് 3 വയസ്സിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു പേരൻറ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു എനിക്ക്, സാറേ ഇതുപോലെ എൻ്റെ കുട്ടി പണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവൻ 10th എഴുതാൻ പോവാ, അപ്പോൾ സാറിൻ്റെ ഒരു ബ്ലെസ്സിങ് വേണം. അപ്പോഴത്തന്നെ അവന് വോയിസ് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർക്ക് ഇപ്പോഴും അന്ന് 3 വയസ്സ് 4 വയസ്സ് കണ്ട കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്നവരും 10th പഠിക്കുന്നവരൊക്കെ കണക്ട് ചെയ്ത് ഒത്തിരി പേരെ നമുക്ക് മെയിൻ സ്ട്രീം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മളെ കഴിഞ്ഞും കൂടുതൽ അവരുടെ അമ്മമാരാണ്. കൂടുതലും അച്ഛനെ കഴിഞ്ഞും കൂടുതൽ അമ്മമാരുടെ ഒരു എഫോർട്ടിലാണ് അവരെല്ലാം കയറി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളവരോട് പറയുമ്പോൾ, ഞാൻ ചെന്നൈയിൽ ഒരു 15 വർഷം പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അവർ പെട്ടെന്ന് അവർ കാര്യങ്ങളെല്ലാം ചെയ്യും. കുറേ കൂടെ ഒരു റിസെപ്റ്റീവാണ്. നമ്മുടെ നാട്ടിൽ കുറേ എഡ്യൂക്കേഷൻ കൂടുതലാണെങ്കിലും ചിലർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് തന്നെയാണോ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ പിന്നീട് അവർ മനസ്സിലാക്കി അവർ ചെയ്യുന്ന പേരൻസിൻ്റെ എഫക്റ്റ് കൊണ്ട് ഒത്തിരി പേര് നല്ലപോലെ കയറിപ്പോയിട്ടുണ്ട് അവനെ. ഓക്കെ. പിന്നെ ഒരു കുട്ടി എനിക്ക് വന്നിട്ട്, ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ അവന് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ അവൻ ബുക്ക് എഴുതും, സ്റ്റോറി പോലെ എഴുതുവാൻ. ഓക്കെ. അതിന് നമ്മൾ സാവൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓട്ടിസത്തിൽ തന്നെ അവർക്ക് ഫ്യൂച്ചറിനെ പറ്റി പറയാനും, അല്ലെങ്കിൽ ലോകത്ത് പല നടന്ന കാര്യങ്ങൾ അവർ എങ്ങനെയോ അവർക്ക് അതിനുള്ളൊരു സെൻസ് ഉണ്ടായി പറയുന്ന സാവൻ സ്കിൽ എന്ന് പറയുന്ന സംഭവം ഓട്ടിസത്തിലുണ്ട്. ചില കുട്ടികൾക്ക് അത് കാണിക്കുന്നുണ്ട്. ഹൈ ഫങ്ഷനാണ് അവരുടെ ഭയങ്കര ബുദ്ധിപരമായ കഴിവർക്ക്. വളരെ കലണ്ടർ പ്രെഡിക്റ്റ് ചെയ്യുക, അതായത് ഒരു 4, 5, 10 വർഷം മുമ്പുള്ള കലണ്ടർ അഡ്വാൻസ് ചെയ്യുന്ന കുട്ടികളെ എടുക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ്, അതായത് എൻ്റെ മകന് ഓട്ടിസ്റ്റിക് ആണ്, അല്ല എൻ്റെ മകൾ ഓട്ടിസ്റ്റിക് ആണ് എന്ന് ഡിസ്കവർ ചെയ്യുന്ന ആ ഒരു പേരൻസിൻ്റെ ആ ഒരു ഏർലി സ്റ്റേജിൽ അങ്ങനെ ഡിസ്കവർ ചെയ്യപ്പെട്ട ആ പേരൻസിനോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനൊരു സിംറ്റം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒത്തിരി ടിപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ നിങ്ങളുടെ ഫാമിലി പീഡിയാട്രീഷ്യനോട് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിയർ ബൈ ഉള്ള ഒരു
സെൻറ്ററിൽ, അതായത് ഓക്യുപ്പേഷൻ തെറപ്പിയും സ്പീച്ച് തെറപ്പിയും സൈക്കോളജിസ്റ്റൊക്കെ കൂടിയുള്ള പ്രൊഫഷണലി എത്തിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെൻറ്ററിൽ പോയി നിങ്ങൾ അവരുടെ സഹായം തേടണം. അതൊരു ഫൈനാൻഷ്യൽ ബേർഡനായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് അതിനുള്ള സോഴ്സസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങളിപ്പം ദൂരെ ആണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണല്ലോ നിങ്ങൾക്ക് ഗൈഡൻസ് തന്നവരെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നിങ്ങളുടെ പ്രയത്ന എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? പ്രയത്നയുടെ മീനിങ് തന്നെ ഹാർഡ് വർക്ക് എന്നാണ്. ഞങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ ട്രാൻസ്പെറൻസി മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പേരൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സെഷനിൽ. ഞങ്ങളുടെ എല്ലാ പ്രൊഫഷൻസും ഹൈലി ക്വാളിഫൈഡും സ്കിൽഡാണ്. ഞങ്ങളുടെ തെറപ്പിസ്റ്റൊക്കെ 7-8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവർ. കാരണം ഈ തെറപ്പിസ്റ്റ് എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ഒത്തിരി പേര് പോകുന്നു. പക്ഷേ ഞങ്ങളുടെ തെറപ്പിസ്റ്റ് കാനഡയിലും ഓസ്ട്രേലിയയിലും ദുബായിലൊക്കെ ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്തിട്ട് പോയവർ റിവേഴ്സ് മൈഗ്രേറ്റ് ചെയ്ത് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേരൻസിനെ ഇൻവോൾവ് ചെയ്താണ് തെറപ്പി കൊടുക്കുന്നത്. എല്ലാ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകളും ഡോക്യുമെൻറ്റഡ് ആണ്. ആ ഡോക്യുമെൻ്റ് അവർ ലോകത്ത് എവിടെ കൊണ്ടുപോയാലും അവർക്കത് കാണിക്കാം. അപ്പം നമ്മളൊരു ടീം വർക്കായിട്ടാണ് പോകുന്നത്. അതായത് ഞങ്ങളുടെ മാത്രം ഒരാളുടെ ഒരു വൺ മാൻ ഷോ അല്ല, എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, എൻ്റെ ടീമിൻ്റെ കഴിവുകൊണ്ടാണ് ഞങ്ങളിത് കൊണ്ടുപോകുന്നത്. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ചെന്നൈയിൽ ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ, പാലാരിവട്ടത്താണ്. ഇപ്പോൾ നമ്മൾ ദുബായിലും നമ്മൾ തുടങ്ങാൻ പോവാണ്. ഒരു 3 മാസത്തിനകം ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. സെൻറ്റർ എന്തായാലും ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി ഉള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് അറിയാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്തു. ഇതൊരു എന്താ പറയുക, ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയോടൊപ്പം ജീവിക്കുക, മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നമുക്ക് അവരെ ഏതൊക്കെ രീതിയിൽ കംഫർട്ടബിൾ ആക്കാമോ ആ രീതിയിലൊക്കെ അവരെ കംഫർട്ടബിൾ ആക്കുക, അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് ഏറ്റവും വലിയത് ഡോക്ടർ പറഞ്ഞ പോലെ ഇവർ ടീം വർക്കായിട്ട് പ്രവർത്തിക്കുന്ന പോലെ കുടുംബത്തിലെ എല്ലാവരും കൂടെ ടീം വർക്കായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ആ കുട്ടിയെ തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.